ഓക്കെ, ഇത് ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? പ്രിപ്പോസിഷൻ ആണ്. ഒന്ന് ആൻസർ കമന്റ് ചെയ്യാവോ? ഹി ഡൈഡ് ഡാഷ് കോളറ. ഓക്കെ, ആൻസർ വരുന്നുണ്ട്. ധന്യ. ഓക്കെ 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 ആണ്. അപ്പോൾ പ്രിപ്പോസിഷൻസ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് അല്ലെ? ഓഫ്, ഫ്രം, ബൈ, വിത്ത്, ഫോർ ആൻഡ് ത്രൂ. ഓക്കെ, അപ്പോ ഒരു അസുഖം വന്നിട്ടാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്തെടുത്താൽ മതി? ഡിസീസ് ഒക്കെ ആണെങ്കിൽ ഓഫ് ആണ്. ഡിസീസ്, അതുപോലെ ഫീവർ, അതുപോലെ ഇൽനെസ്. ഡിസീസ്, ഫീവർ, ഇൽനെസ്. ഓക്കെ, അതുപോലെ ഹങ്കർ, തേഴ്സ്റ്റ്, ഗ്രിഫ്. ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അവിടെ ആൻസർ ഓഫ് എടുക്കാം. ഓക്കെ, അപ്പൊ ഫ്രം ഒന്ന് നോട്ട് ചെയ്യുക. ഫ്രം, ഡൈ ഫ്രം. ഓവർ വർക്ക്, വർക്ക് അത് ഓവർ ആവുകയാണെങ്കിൽ ഓവർ വർക്ക്, അല്ലെങ്കിൽ അത് ഹാർഡ് വർക്ക്, അല്ലെങ്കിൽ പിന്നെന്താണ് ഓവർ ഡ്രിങ്കിങ്. ഓക്കെ, അതുപോലെ വൂണ്ട് ഓർ ഇഞ്ചുറി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രം എടുക്കാം. ഓക്കെ, ഒരാൾ മരിക്കുകയാണ്, അത് മരണകാരണം ഓവർ വർക്കോ ഹാർഡ് വർക്കോ ഓവർ ഈറ്റിംഗ്, ഓവർ ഡ്രിങ്കിങ്, ഓവർ ഈറ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം? ഫ്രം എടുക്കാം. ഓക്കെ, ഡൈ ബൈ, സൂയിസൈഡ്. ഡൈ വിത്ത് ആണെങ്കിലോ സംബഡി. ഓക്കെ, ഡൈ ഫോർ എനി റീസൺ, പ്രത്യേകിച്ച് കൺട്രി അല്ലെ? കൺട്രി ഓർ ഫോർ ഫ്രീഡം. ഓക്കെ, ഫ്രീഡം. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ആൻഡ് നിഗ്ലക്ട്, ഒരാൾ അവഗണിക്കുകയാണെങ്കിൽ ഡൈ ത്രൂ. ഓക്കെ, അപ്പൊ ഡൈ ത്രൂ, നിഗ്ലക്ട്. അപ്പൊ ഓർത്ത് വെക്കുക, ഈ പോയിന്റ്സ് ഓർത്ത് വെക്കുക. ഓഫ് ആണ് സ്ഥിരം ചോദിക്കുന്നത്. ഇപ്പൊ കോളറ ആയിക്കോട്ടെ, കൊറോണ ആയിക്കോട്ടെ, ഓക്കെ, എന്തെങ്കിലും പ്ലേഗോ, ഏതെങ്കിലും ഇൽനെസ്, ഡിസീസ്, ഇൽനെസ്, ഫീവർ, ഹങ്കർ, തേഴ്സ്റ്റ്, ഗ്രിഫ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓഫ്. ഫ്രം ആണെങ്കിലോ ഓവർ ആയിട്ടുള്ള വർക്ക് ആയിക്കോട്ടെ, ഡ്രിങ്കിങ് ആയിക്കോട്ടെ, ഈറ്റിംഗ് ആയിക്കോട്ടെ, അതുപോലെ ഇഞ്ചുറി. ഒരു പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ, ആക്സിഡന്റിലാണ് മരണം സംഭവിക്കുന്നതെങ്കിലോ? യെസ്, ശരി ഉത്തരമാണ്. ഇൻ അല്ലെ? ഡൈഡ് ഇൻ ആൻ ആക്സിഡന്റ്. അതും ക്ലിയർ ആണ്, വളരെ ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ അതത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കാം, ജസ്റ്റ് ഒന്നും കൂടെ കറക്റ്റായിട്ടൊന്ന് എഴുതിയിടാം. ഡൈ, ഓഫ് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഒന്ന് ഹങ്കർ അല്ലെ? തേഴ്സ്റ്റ് ആൻഡ് ഗ്രിഫ്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ഡിസീസസ് ഒക്കെ പറഞ്ഞു. ഡിസീസസ്, ഇൽനെസ്, പിന്നെ എന്താ പറഞ്ഞത്? ഫീവർ അല്ലെ? ഓക്കെ, ആൻഡ് ഡൈ ഫ്രം ഓവർ ആയിട്ട് വരുന്ന വർക്ക്, അല്ലെങ്കിൽ ഡ്രിങ്കിങ് ഓർ ഈറ്റിംഗ്, ദെൻ വൂണ്ട് ആൻഡ് ഇഞ്ചുറി. ഓക്കെ, ഈ ഡ്രിങ്കിങ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഡൈ ഇൻ. അത് നിങ്ങൾ തന്നെ ആൻസർ പറയും. ആക്സിഡന്റ്. ഡൈ ഫോർ, രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് രാജ്യം അല്ലെ? കൺട്രി, അല്ലെങ്കിൽ ഫ്രീഡം. ഓക്കെ, ആൻഡ് ഫ്രീഡം. ഡൈ ബൈ, സൂയിസൈഡ്, അത് നമ്മൾ പറഞ്ഞായിരുന്നു. ഡൈ ത്രൂ, നിഗ്ലക്റ്റ്, ആൻഡ് ഡൈ വിത്ത് അല്ലെ? ഡൈ വിത്ത് സംബഡി. ഓക്കെ, അപ്പൊ പ്രിപ്പോസിഷൻ പഠിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ വരച്ചില്ലേ, ഒരു പദസൂര്യൻ വരച്ചിട്ട്
അല്ലെ? നമ്മൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ സംഗതികൾ ഓർമ്മയിരിക്കും. ഓക്കെ, ആ സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഒറ്റ പ്രാവശ്യം ഒന്ന് എഴുതിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്കത് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, നമുക്കിന്നൊരു 5 പ്രിപ്പോസിഷൻസ് ഒന്ന് നോക്കി പോവാം. ഓക്കെ, ഇത് സെറ്റ് അല്ലേ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ, ശരി. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ആൻസർ പറയുക. മങ്കീസ് ലിവ് ഡാഷ് ട്രീ. ലിവിൽ തന്നെ ഇൻ, ലിവ് ഓൺ, ലിവ് ബൈ, 3 കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ആൻസർ ഇവിടെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടല്ലോ. 2 തരത്തിലുള്ള ആൻസറുകൾ വരുന്നുണ്ട്. പക്ഷെ ശരി ഉത്തരം കുറച്ച് ആൾക്കാർ ടൈപ്പ് ചെയ്തായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കൊന്ന്, ഞാൻ ആദ്യം അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് പറഞ്ഞു പോവാം. ലിവ് ഇൻ എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, അതായത് നമ്മളെ ഒരു ഹാബിറ്റാറ്റ് ആണ് പറയുന്നതെങ്കിൽ, ഓക്കെ, നമ്മൾ അവിടെ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു ഹാബിറ്റാറ്റ് വിട്ടിട്ട് മറ്റൊരു സർവൈവൽ, മറ്റൊരു ഓപ്ഷൻ ഇല്ല എങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ ആണ് ഉപയോഗിക്കുന്നത്. ഈ മങ്കീസ്, എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ മങ്കി ആയിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ, അല്ലെ, ഇഗ്ലു എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ, അവരൊക്കെ എന്ത് ചെയ്യുന്നു, ഇഗ്ലു അല്ല, എസ്കിമോ ആണ് അല്ലെ ഇഗ്ലുവിൽ താമസിക്കുന്നത്. അതെ, എസ്കിമോ. അപ്പൊ ഇവർക്കൊക്കെ എന്താണ് ഇന്ന് എന്നുള്ള ആൻസർ എപ്പോഴും എടുക്കുക. ഓൺ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഡിപ്പെൻഡ്, നമുക്ക് മറ്റൊരു ചോയ്സ് ഉണ്ട് അല്ലെ, വി ഹാവ് അനദർ ചോയ്സ് എങ്കിൽ നമുക്ക് അവിടെ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം, അവിടെ ഓൺ ഉപയോഗിക്കാം. ആൻഡ് ബൈ പ്രൊഫഷൻ. ഓക്കെ, ബൈ പ്രൊഫഷൻ, ബൈ ഉപയോഗിക്കുന്നത് ഹി ലിവ്സ് ബൈ അല്ലെ ഫിഷിംഗ്. ഓക്കെ, ക്ലിയർ ആണ്? എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നു നോക്കാം. കേരളൈറ്റ് ലിവ്സ് ഡാഷ് റൈസ്. ഓപ്ഷൻ ഇൻ, ഓൺ, ബൈ. നോക്കട്ടെ. കേരളൈറ്റ് ലിവ്സ് ഡാഷ് റൈസ്. ഇൻ, ഓൺ, ബൈ. ഏതായിരിക്കും ശരി ഉത്തരം? മലയാളികൾ ആശ്രയിക്കുന്നത്, അതെ അതെ ശരി ഉത്തരാണ്. സോനയാണ് ആദ്യത്തെ ആൻസർ. ഓക്കെ, വരുന്നുണ്ട്. ഓക്കെ, ഗുഡ്. അപ്പൊ അവിടെ നമുക്ക് അത് സംഭവം പിടികിട്ടി. റൈസ് അല്ലെങ്കിൽ വീറ്റ് അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് നമ്മളെ സംബന്ധിച്ച് അല്ലെ, ബാർലി ഉണ്ട്, ഓക്കെ, ഗ്രെയിൻസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പൊ കേരളൈറ്റ് ലിവ്സ്, അപ്പോൾ അത് ഓർക്കുക. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ പഠിച്ചത് ആ ഒരു 3 പോയിന്റ്സ് ആണ്. ഓക്കെ, ക്ലിയർ. ശരി, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡൈ ഈസ് മെയ്ഡ് ഡാഷ്. ആൻസർ എന്താ പറഞ്ഞു സാറേ? ഇവിടത്തെ ആൻസർ ഇൻ ആണ്. ഇൻ. കാരണം ഹാബിച്വൽ അല്ലെങ്കിൽ ഹാബിറ്റാറ്റ്. ഓക്കെ, ശരിക്കും ഇവയെ പറയുന്നത് ഇംഗ്ലീഷിൽ അർബോറിയൽ ക്രീച്ചേഴ്സ് എന്നാണ്. ഓക്കെ, അപ്പൊ ഈ അർബോറിയൽ ക്രീച്ചേഴ്സിന് എന്ത് ചെയ്യുന്നു, വേറൊരു ഹാബിറ്റാറ്റിലേക്ക് മാറാൻ പറ്റത്തില്ല, പറ്റിയാൽ തന്നെ അത് സർവൈവ് ചെയ്യത്തില്ല. അപ്പൊ അവിടെ ഇൻ ആയിരുന്നു. മങ്കീസ് ലിവ് ഇൻ ട്രീസ്. ഓക്കെ ആണ്? ഓക്കെ സർ. ഓക്കെ ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഡൈ ഈസ് മെയ്ഡ് ഡാഷ് ഡ്രൈ ലീവ്സ്. മെയ്ഡ് ഓഫ് വരാം, മെയ്ഡ് ഫ്രം വരാം. ഇതേതാണ് ആൻസർ വരുന്നത്? വളരെ വളരെ ശരി ഉത്തരമാണ് എല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണ്? ഓക്കെ, അപ്പോ അതായത് ഒരു വസ്തുവിന്റെ അല്ലെ ഡ്രൈ ലീവ്സ്. ഓക്കെ, അപ്പോ ലീവ്സ് സ്പെല്ലിംഗ് ഇതല്ലല്ലോ അല്ലെ, LEAVES ആണ് ലീവ്സ്. ഓക്കെ, അപ്പോ ഡൈ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ഇലകൾ പൊടിച്ചിട്ടാണ്. അതായത് അതിന്റെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ മാറുന്നുണ്ട്. അപ്പൊ അവിടെ ഫ്രം ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഡൈ വന്നിട്ട് ഫ്രം ഉപയോഗിക്കാം. ഓക്കെ, ശരി. എങ്കിൽ എന്റെ ഒരു ക്വസ്റ്റ്യൻ, ബട്ടർ ഫ്രം ആണോ ഓഫ് ആണോ?
ബട്ടർ ഫ്രം ആണോ ഓഫ് ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. ബട്ടർ. യെസ്, ബട്ടറും ഏത് ഫാമിലിയിൽ വരുന്നതാണ്? ഫ്രമ്മില് വരുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫ്ലോർ, ഗോതമ്പിന്റെ പൊടി. ഫ്ലോർ, ഫ്ലോർ മെയ്ഡ് ഓഫ് വീറ്റ് ആണോ മെയ്ഡ് ഫ്രം വീറ്റ് ആണോ? ഫ്ലോർ. ആ ഫ്രം ആണ് ഇപ്പൊ നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്ലോർ, ഫ്ലോർ. അതുപോലെ ജ്യൂസ്, ഇതൊക്കെ ഫ്രം ആണ് കേട്ടോ. അപ്പൊ ഡൈ, ബട്ടർ, ഫ്ലോർ, ജ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫ്രം ഉപയോഗിക്കാം. ഷൂസ്, ബെൽറ്റ്, സ്യൂട്ട് കേസ്, ഓക്കെ, ഫർണിച്ചർ, ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഓഫ് ഉപയോഗിക്കാം. ഓക്കെ, ദിസ് ഷൂസ് ഓർ ബെൽറ്റ് ഓർ സൂട്ട് കേസ് ഈസ് മെയ്ഡ് ഓഫ് ലെതർ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഫ്രമും ഓഫും ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ പഠിച്ചപ്പോ മറ്റൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതായിരുന്നു. ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ തന്നു നോക്കാം. എ കേക്ക് ഈസ് മെയ്ഡ് ഡാഷ് എഗ്സ്, ഷുഗർ, ഫ്ലോർ, പിന്നെ കുറെ ഐറ്റംസ്. ഇവിടെ ഫ്രം, ഓഫ്, വിത്ത്, ബൈ ഇല്ല. ഏതായിരിക്കും ആൻസർ? എ കേക്ക് ഈസ് മെയ്ഡ് ഫ്രം ആണോ ഓഫ് ആണോ വിത്ത് ആണോ? ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ട്. എഗ്, ഷുഗർ, ഫ്ലോർ, ബട്ടർ, മിൽക്ക്. യെസ്, ഒരാള് ആൻസർ വ്യത്യസ്തമായിട്ട് എഴുതി. അതായത് രണ്ടോ അതിലധികമോ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ടെങ്കിൽ അവിടെ ശരിയുത്തരം വിത്ത് ആണ് എന്നുള്ളത് ഓർക്കുക. ഒത്തിരി ആൾക്കാർ ഇപ്പൊ അത് ഒന്ന് കുറച്ച് ചിന്തിച്ചപ്പോ ആ ഒരു കാര്യമൊക്കെ ഓർമ്മ വന്നു. അപ്പോ മെയ്ഡ് വിത്ത് എപ്പോഴാ ഉപയോഗിക്കുന്നത്? 2 or more ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ, മോർ ദാൻ അല്ലെ 2. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ഉപയോഗിക്കാം? അത് അങ്ങനെ എക്സെപ്ഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെ തന്നെ ചോദിച്ചിരുന്നു. കുറെ ഐറ്റംസ് ഇങ്ങനെ തന്നിരുന്നു, 4 or 5 ഐറ്റംസ്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. മെയ്ഡ് ഓഫ്, മെയ്ഡ് ഫ്രം, നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ എഴുതി. ഓക്കെ, ഗുഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ കാറ്റ് എന്റേർഡ് ഡാഷ് ദ കിച്ചൺ. ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. 4ാമത്തെ ചോദ്യം. ദ കാറ്റ് എന്റേർഡ് ഡാഷ് ദ കിച്ചൺ. സോണിയയുടെ ആൻസർ ശ്രീജ. ഓക്കെ, സ്മിത. ഓക്കെ, ആരെങ്കിലും വ്യത്യസ്തമായിട്ട് ആൻസർ കമന്റ് ചെയ്യുമെന്ന് നോക്കുകയായിരുന്നു, കുറവാ. ഓക്കെ, എന്റേർഡ് അല്ലെ, എന്റേർഡ് ഇൻടു നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എപ്പോ? ഒരു എഗ്രിമെന്റ്, ഒരു കോൺട്രാക്ട് അല്ലെ, നമ്മൾ അത് സൈൻ ചെയ്യുന്ന വേളയിൽ അവിടെ ഇൻടു ഉപയോഗിക്കാം, ഇൻടു ഉപയോഗിക്കാം. എന്നാൽ എന്റേർഡിന് മറ്റൊരർത്ഥമുണ്ട്. ഓൾറെഡി, ഓൾറെഡി അത് ഇൻസൈഡ് ആണെങ്കിൽ, ഓൾറെഡി ഇൻസൈഡ് എന്നർത്ഥമാണെങ്കിൽ അവിടെ എപ്പോഴും എഴുതുന്നത് എന്ത് വേണ്ട? പ്രിപ്പോസിഷൻ ഉപയോഗിക്കത്തില്ല. ഒന്ന് നോട്ട് ചെയ്യുക. ആരും തന്നെ ഈ ആൻസറിലോട്ട് പോയില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ദ കാറ്റ് എന്റേർഡ് ദ കിച്ചൺ എന്ന് മതി. ദ കാറ്റ് എന്റേർഡ് ദ കിച്ചൺ എന്ന് മതി അല്ലെ. നമ്മൾ ഈ പ്രിപ്പോസിഷൻസ് പഠിക്കുമ്പോൾ ഒമിഷൻ ഓഫ് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി ഉണ്ട്. അപ്പൊ അതൊന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ദ കാറ്റ് എന്റേർഡ് ദ കിച്ചൺ. എന്റേർഡ് ഇൻടു വരുന്നത് ഒരു എഗ്രിമെന്റോ കോൺട്രാക്റ്റോ സൈൻ ചെയ്യുന്ന വേളയിൽ മാത്രം. ഓക്കെ, ഒരു സർപ്രൈസ് ക്വസ്റ്റ്യനും കൂടെ തരാം. ഇതിപ്പോ ഇനി ഓർമ്മയിരിക്കുമല്ലോ. ശരി, ഇതും ആ ഒരു ഫാമിലിയിൽ ഉള്ളതാണ്. പക്ഷെ അവിടെ നോ പ്രിപ്പോസിഷൻ എന്നില്ല. ശ്രദ്ധിച്ചെഴുതണം. മദർ ഈസ് അപ്സ്റ്റേഴ്സ്, ഓൺ അപ്സ്റ്റേഴ്സ്, അറ്റ് അപ്സ്റ്റേഴ്സ്,
ഇൻ അപ്സ്റ്റേഴ്സ്. കണ്ടോ, ഈ ചോദ്യത്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത് നോ പ്രിപ്പോസിഷൻ നമ്മൾ നോക്കും, പക്ഷെ ആ സാധനം അങ്ങനെ തന്നിട്ടില്ല ഓപ്ഷനിൽ. എന്നാൽ അത് തന്നെയാണ് അവിടുത്തെ നിയമം. നോ പ്രിപ്പോസിഷൻ ആണ് നിയമം. ഓക്കെ, ശരി, നിങ്ങൾക്ക് ഇപ്പോ പിടികിട്ടി അല്ലെ? അപ്സ്റ്റേഴ്സ് ആണ് ശരി ഉത്തരം. അപ്പോ ഈ നോ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ അപ്സ്റ്റേഴ്സ്, ഡൗൺസ്റ്റേഴ്സ്. അപ്സ്റ്റേഴ്സ്, ഡൗൺസ്റ്റേഴ്സ്. uphill, downhill. uphill, downhill. ഇൻസൈഡ്, ഔട്ട്സൈഡ്. ഓക്കെ, അപ്പൊ ഇത്രയും വാക്കുകൾ വന്നു കഴിഞ്ഞാൽ നോ പ്രിപ്പോസിഷൻ യൂസ്ഡ് ബിഫോർ ദീസ് വേർഡ്സ്. അപ്പൊ ഇവിടെ എന്താണ്? മൈ മദർ ഈസ് അപ്സ്റ്റേഴ്സ്. മേളത്തെ അല്ലെ റൂമിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. ഇത് നമ്മൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങൾ തെറ്റിക്കുമെന്ന് നോക്കട്ടെ. ദ ഫാർമസി ഈസ് ഡാഷ് ദ ഫസ്റ്റ് ഫ്ലോർ. ഓപ്ഷൻ ഇൻ, ഓൺ, അറ്റ്, നോ പ്രിപ്പോസിഷൻ. നോക്കാം. ഇവിടെ നിങ്ങൾ എന്തെടുക്കുമെന്ന് നോക്കാം. എന്തായാലും നോ പ്രിപ്പോസിഷൻ എടുക്കുന്നില്ല, പക്ഷേ ചില വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങൾ വഴി നിങ്ങൾ പോകുന്നു. അതെ അതെ, അർച്ചന ആൻസർ കമന്റ് ചെയ്യുന്നത് നന്നായിരിക്കും, പക്ഷെ ഉത്തരം പറഞ്ഞത് ശരിയാണ്. ഓക്കെ, ഓൺ ദ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർ തേർഡ് ഒക്കെ വരും കേട്ടോ. നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി അല്ലെ. നമ്മളെ ഒരു പാട്ടൊക്കെ ഉണ്ട്, ഓൺ ദ ഫ്ലോർ ബേബി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് ഫ്ലോറും കൂടെ സെക്കൻഡ് ഫ്ലോറോ ഫസ്റ്റോ സെക്കൻഡോ എന്ത് വന്നാലും ഫ്ലോർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്തെടുക്കണം? പ്രിപ്പോസിഷൻ ഓൺ. നിങ്ങൾക്ക് എന്തായാലും നോ പ്രിപ്പോസിഷൻ അല്ല എന്ന് മനസ്സിലായി. പിന്നെ ഇന്നാണോ അറ്റാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അപ്പൊ അതും പോയി. അപ്പൊ അവിടുത്തെ ശരി ഉത്തരം ഓൺ ആണ്. ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ, ഓൺ ദ സെക്കൻഡ് ഫ്ലോർ. പക്ഷെ അത് മാറി അപ്സ്റ്റേഴ്സോ ഡൗൺസ്റ്റേഴ്സോ വന്നു കഴിഞ്ഞാൽ അവിടെ നോ പ്രിപ്പോസിഷൻ ആണെന്നും ഓർക്കുക. അപ്പോ രണ്ടാമത്തെ നില, മൂന്നാമത്തെ നില അപ്സ്റ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ പ്രിപ്പോസിഷൻ വേണ്ട. എടുത്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് പറയുകയാണെങ്കിൽ അവിടെ പ്രിപ്പോസിഷൻ വേണം. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതുപോലെ അല്ലെ, എൻറ്റേർഡ് ഇൻടു വരുന്ന സ്ഥലമുണ്ട്, എഗ്രിമെന്റ് കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്യുമ്പോൾ അല്ലെ. എന്നാൽ എൻറ്റേർഡ് ഓൾറെഡി ഇൻസൈഡ് എന്ന അർത്ഥമാണെങ്കിൽ നോ പ്രിപ്പോസിഷൻ. ഓക്കെ, യെസ്, ഗുഡ്. അപ്പോ പ്രിപ്പോസിഷൻസ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചോദിച്ചോ. പ്രിപ്പോസിഷൻസ് നിങ്ങൾ ഓക്കെ ആണ്, എന്നാലും ഒരു ക്വസ്റ്റ്യൻ. ഹി wrote his name dash the top of the page, top of a page, in, at, on, no preposition. He wrote his name dash the top of a page. In the top ആണ്, on the top ആണ്, ഓൺ ദ ഫ്ലോർ ബേബിയുടെ ആ ഒരു സ്വാധീനം കിടക്കുന്നുണ്ട്. അറ്റിലോട്ട് പോയിരിക്കുകയാണ്. അർച്ചന സുനിൽ അറ്റ് എഴുതിയിരിക്കുകയാണ്, നമുക്ക് കണ്ടറിയണം. ഒരുപാട് ആൾക്കാർ ഓണിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഒരു പേജ് അങ്ങോട്ട് വരയ്ക്കുക, അതിന് ടോപ്പ് ബോട്ടം. അപ്പൊ ഇത് ടോപ്പ്, ആ പേജിന്റെ ബോട്ടം ഇവിടെയാണ് വരുന്നതെങ്കിൽ, ടോപ്പ് ബോട്ടം വരികയാണെങ്കിൽ അറ്റ് ഓർക്കുക. ഇനി മിഡിൽ ആണ് വരുന്നതെങ്കിൽ ഇൻ ദ മിഡിൽ, ഇൻ ദ മിഡിൽ. ഇനി പേജിൽ എവിടെയെങ്കിലും ആണ് മെൻഷൻ ചെയ്യുന്നത്, എനിവെയർ, എനിവെയർ, പ്രത്യേകിച്ച് പറയുന്നില്ല, അവിടെ മാത്രം ഓൺ, ഓൺ. പല ആൾക്കാർ ഓൺ ആണ് ആൻസർ പറഞ്ഞത്, എന്നാൽ അറ്റ് പറഞ്ഞത് ഉണ്ടായിരുന്നു, ശരി ഉത്തരം പറഞ്ഞവരുണ്ടായിരുന്നു.
അപ്പൊ ഒറ്റ പേജ് വരയ്ക്കുക. ആ പേജിൽ ടോപ്പ് ബോട്ടം എന്ന് എഴുതുക. ടോപ്പ് ഓർ ബോട്ടം, സിമ്പിൾ. അറ്റ് മിഡിൽ ഓഫ് ദ പേജ് ആണെങ്കിൽ അവിടെ ഇൻ. ആൻഡ് എനിവെയർ അല്ലെ, പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. ഓൺ എ പേജ്, ഹി റോട്ട് ഹിസ് നെയിം ഓൺ എ പേജ്. അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ആയതുകൊണ്ട് ഒരു കുഞ്ഞു ക്വസ്റ്റ്യനും കൂടെ തന്നു നോക്കാം. ഹി wrote a letter dash his pen. Option with, by, in, on. ആഹാ, പേരൊന്നും പറയുന്നില്ല. എന്തായാലും കുഴപ്പമില്ല. അവസാനം ആ പേര് പറഞ്ഞിട്ട് ഇന്ന ആള് തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ലേ? മോശമല്ലേ? ഓണമൊക്കെ വരെയല്ലേ? കുഴപ്പമില്ല, നിങ്ങൾ ട്രൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ശരിയോ തെറ്റോ ഞാൻ ഇവിടെ എന്തായാലും എഴുതിയിടാം, കാരണം നമുക്ക് അതൊക്കെ പഠിച്ചതെന്ന് മറന്നിട്ടുണ്ടാവും. അപ്പോ പെന്ന്, പെൻസിൽ കൊണ്ടാണ് നമ്മൾ ഒരു കാര്യം എഴുതുന്നതെങ്കിൽ അവിടെ അതിന് മുൻപായിട്ട് നമുക്ക് എന്ത് ചേർക്കാം? വിത്ത് ആൻ ഓബ്ജക്റ്റ്. ഓക്കെ, ഒരു ഓബ്ജക്റ്റ് നമ്മൾ എടുക്കുന്നു, പെൻ ഓർ പെൻസിൽ. പിന്നെ അതൊരു ഹാൻഡ് റിട്ടൺ കോപ്പിയാണ്, അവിടെ പ്രത്യേകിച്ച് പെൻ പെൻസിൽ മെൻഷൻ ചെയ്യുന്നില്ല എങ്കിൽ ബൈ. ഓക്കെ, ഇങ്ക് ഏതെങ്കിലും മഷി കൊണ്ട് ആണ് എഴുതുന്നത്. ഇപ്പൊ ഗ്രീൻ ഇങ്ക്, ഹി റോട്ട് എ ലെറ്റർ ഇൻ ഗ്രീൻ ഇങ്ക്. അപ്പൊ അതിൽ തന്നെ ഉണ്ട് ഇൻ, ഇങ്കിൽ തന്നെ ഉണ്ട് അല്ലെ? ആ ഇന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാൻ പറ്റും. അപ്പൊ അത് കുറച്ച് ഒന്ന് കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. പെൻ പെൻസിലൊക്കെ നമുക്കറിയാം വിത്ത്, കൈ കൊണ്ട് എഴുതിയതാണ്. ദിസ് ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹാൻഡ്. ഓക്കെ, ആൻഡ് റെഡ് ഇങ്ക്, ബ്ലൂ ഇങ്ക് എന്നാണ് വരുന്നതെങ്കിൽ അവിടെ ഇൻ. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എവിടെയോ അറിയായിരുന്നു ഈ ഇന്നൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ നോക്കിയാലും പ്രിപ്പോസിഷൻസ് എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിൽ കിടക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ സമയവുമായി ബന്ധപ്പെട്ട് എന്താന്ന് നോക്കാം. വാട്ട് ഈസ് ദ ടൈം ഡാഷ് യുവർ വാച്ച്? ഇൻ, ഓൺ, ബൈ, അറ്റ്. സമയം എന്തായി? കൃത്യസമയമല്ല, ഏകദേശ സമയമാണ്. ആ ടൈം ഇങ്ങനെ 3 തരത്തിലുണ്ട്. ടൈം ഈ അഡ്വാൻസ് ടൈം ഉണ്ട്, ചില ആൾക്കാർ ഒരു 5 മിനിറ്റ് മുന്നേ വരും. പിന്നെ ആക്യുറേറ്റ് ടൈം ഉണ്ട്, കൃത്യസമയം പാലിക്കുന്നതുണ്ട്. പിന്നെ ഒരു ഏകദേശ സമയം അല്ലെ? അതിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ഏകദേശ സമയം. അപ്പൊ അഡ്വാൻസ് ടൈം ആണെങ്കിൽ ഇന്നാണ്. ആക്യുറേറ്റ് ടൈം ആണെങ്കിൽ ആക്യുറേറ്റ് അല്ലേ ഏകദേശം? ആക്യുറേറ്റ് കൃത്യമാണോ? ഓൺ ടൈം, ഓൺ ടൈം, കൃത്യമായിട്ടുള്ള സമയം. അപ്പൊ ഏകദേശ സമയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടൈം വാച്ചിലാണ് ചോദിക്കുന്നതെങ്കിൽ പല ആൾക്കാരുടെ വാച്ചിലും പല സമയമാണ്. ഇവിടുത്തെ ആൻസർ ബൈ ആണ് കേട്ടോ, ബൈ. ഓക്കെ ഓക്കെ, ബൈ ആണ്, ബൈ ടൈം. പക്ഷെ ആ വാക്ക് എന്റെ കയ്യിൽ നിന്ന് പോയി. അതിന് ഇംഗ്ലീഷ് ഒരു വാക്കുണ്ടായിരുന്നല്ലോ, ഏകദേശം. അബ്സ്ട്രാക്റ്റ് ആണോ? അല്ല, അപ്രോക്സിമേറ്റ് ആണോ സാർ? അപ്രോക്സിമേറ്റ്, അത് തന്നെ, അത് തന്നെ. അപ്രോക്സിമേറ്റ് എന്റെ അടുത്താണ് കളി. അതെ, അപ്രോക്സിമേറ്റ്, അതെ അതെ, രണ്ടുപേരും അത് ഓർത്ത് പറഞ്ഞു. ഓക്കെ, ഗുഡ്. അപ്പൊ അപ്രോക്സിമേറ്റ് ടൈം, ഏകദേശം. പക്ഷെ സമയം നമ്മളെ വാച്ചിൽ നമ്മൾ പെട്ടെന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷൻ വരും. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടെ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ടൈം ബൈ യുവർ വാച്ച്? നമ്മൾ പക്ഷെ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഉപയോഗിക്കത്തില്ല അല്ലെ? വാട്ട്സ് ദ ടൈം എന്നേ നമ്മൾ ചോദിക്കാറുള്ളൂ. വാട്ട്സ് ദ ടൈം, അത്രയും മതി സ്പോക്കൺ ഇംഗ്ലീഷിൽ.
പക്ഷേ പ്രിപ്പോസിഷൻ പരീക്ഷയ്ക്ക് നമ്മൾ ഒരു കാരണവശാലും ഈ ബൈ എഴുതത്തില്ല, നമ്മൾ അവിടെ ഇന്ന അല്ലെങ്കിൽ ഓണൊക്കെ എഴുതും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. സമയം നമ്മൾക്ക് ശരിയല്ലെങ്കിൽ നമ്മൾ അത് തെറ്റിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു വനിതാ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് വി ഹാഡ് എ ചാറ്റ് ഡാഷ് എ കപ്പ് ഓഫ് ടീ ഓവർ വിത്ത് അറ്റ് ഓൺ. ഏതായിരിക്കും നിങ്ങളുടെ ആൻസർ ഒന്ന് കമന്റ് ചെയ്ത്. വി ഹാഡ് എ ചാറ്റ് ഡാഷ് എ കപ്പ് ഓഫ് ടീ. കറക്റ്റ് ആണല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു കുറച്ച് പഴയതാണ്. പല ആൾക്കാർ ഈ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്, ശരി ഉത്തരമാണ് കേട്ടോ. ഓക്കെ, ചാറ്റ് നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ അത് എന്താവരുത്, അത് ഓവർ ആവരുത്. ചാറ്റ് ഓവർ ആവരുത്. ശരി, ഇത് പഴയ ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പൊ PSC അതുകൊണ്ട് നിങ്ങൾ ഇത് എഴുതുമെന്ന് അറിയാന്നുള്ളതുകൊണ്ട് പുതിയത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് നോ യൂസ് ക്രൈയിങ് ഡാഷ് സ്പ്ലിറ്റ് മിൽക്ക്. സെയിം ഓപ്ഷൻസ് ആണ്. ഓവർ, വിത്ത്, അറ്റ്, ഓൺ. ശരിയാ കേട്ടോ, ഇവിടെ ഓവർ തന്നെ. നിങ്ങൾക്ക് അത് പിടി കിട്ടിയല്ലേ, കാരണം ഇത് പഴയ ഒരു ക്വസ്റ്റ്യൻ തന്നു. അപ്പൊ അതിന്റെ പുതിയത് തീർച്ചയായിട്ടും ഇറ്റ് ഈസ് നോ യൂസ് ക്രൈയിങ് ഡാഷ് സ്പ്ലിറ്റ് മിൽക്ക്. ഓവർ സ്പ്ലിറ്റ് മിൽക്ക് അല്ലെ. കഴിഞ്ഞു പോയ, ഇതൊരു ഫ്രേസും കൂടെയാണ് അല്ലെ. കഴിഞ്ഞു പോയ പാസ്റ്റ് ആക്ഷൻസ് ആലോചിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ പ്രസന്റിനെ എന്താ നശിപ്പിക്കരുത് അല്ലെ. വി ഷുഡ് നോട്ട് മാർ ദ പ്രസന്റ് അല്ലെ എന്നാണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ പ്രിപ്പോസിഷൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു നോക്കി, കുഴപ്പമില്ല. അത് അത്യാവശ്യം നിങ്ങൾ ആൻസർ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഫിക്സഡ് പ്രിപ്പോസിഷൻസ് ഉണ്ട്, അങ്ങനെ ഒരു പ്രിപ്പോസിഷൻസും ഉണ്ട്. ഇതിപ്പോ നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് അല്ലേ, അതായത് കാണാതെ പഠിക്കാനായിട്ടുള്ള ചില വാക്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ അഫ്രെയ്ഡ് വന്നു കഴിഞ്ഞാൽ ഏതാ ചേർക്കേണ്ടത്? അഫ്രെയ്ഡ്, പ്രിപ്പോസിഷൻ അഫ്രെയ്ഡ്. അതെ, ഓഫ്. ഓഫ്. പാഷൻ, അതുപോലെ ഫ്ലെയർ, അഭിരുചി വന്നു കഴിഞ്ഞാൽ ഫോർ. ഫോർ. കൺഗ്രാറ്റുലേറ്റ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഓൺ. കൺഗ്രാറ്റുലേറ്റ്, ഓൺ. ഓക്കെ, അപ്പൊ അതും നമുക്ക് ഇങ്ങനെ പഠിച്ചു വെക്കാൻ പറ്റുന്നതാണ്. അഫ്രെയ്ഡ് ഓഫ്, പാഷൻ, അതുപോലെ ഫ്ലെയർ, ഫോർ. ഫ്ലെയർ ഒക്കെ ഇപ്പം രണ്ട് രീതിയിൽ ചോദിക്കുന്നതാണ്. ഒന്ന് പ്രിപ്പോസിഷൻ തന്നെ ചോദിക്കും, പിന്നെ FLARE ഫ്ലെയർ, അതായത് ജ്വാല. ഒന്ന് അഭിരുചി, പാഷൻ എന്നർത്ഥം വരുന്നതും, ഒന്ന് മറ്റേ ഫയറുമായിട്ട് അതിന്റെ ബ്ലേസ്, തീ ജ്വാല. അങ്ങനെ കൺഫ്യൂസിങ് വേർഡ്സ് ആയിട്ടും ചോദിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഗ്രി, വിത്ത് എഗ്രി, ഓൺ അല്ലെ. അതൊക്കെ നമുക്ക് ഒന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് അതൊരു മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, നമുക്കപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രിപ്പോസിഷനിൽ നിന്ന് മാറി ഐ വുഡ് റാദർ ഡാഷ് എ ഡോക്ടർ. ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കിയേ. കൺസൾട്ട്, കൺസൾട്ടഡ്, ടു കൺസൾട്ട്. 3 ഓപ്ഷൻസ് ആണ്. ഏതായിരിക്കും ആൻസർ? ഐ വുഡ് റാദർ, വുഡ് റാദർ. അതെ അതെ, ശരി ഉത്തരമാണ്, ശരി ഉത്തരമാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അല്ലെ. തീർച്ചയായിട്ടും വുഡ് റാദറിന് ശേഷം V1 ഒരു കാരണവശാലും ടു ചേർക്കാൻ പാടില്ല അല്ലെ. ഇൻഫിനിറ്റീവ് ഫോം ആണ്. ഓക്കെ, കൺസൾട്ട്. എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതൊന്ന് കമന്റ് ചെയ്തേ. സെയിം ഓപ്ഷൻസ് ആണ്, സെയിം ഓപ്ഷൻസ് ആണ്. ഐ വുഡ് റാദർ യു ഡാഷ് എ ഡോക്ടർ. ഒരു ചെറിയ വ്യത്യാസമുണ്ട്, യു ഉണ്ട്. ഐ വുഡ് റാദർ യു ഉണ്ട്. അവിടെ നിങ്ങൾ ചെറുതായിട്ട് ഒരു ഓർമ്മ കുറവ് വന്നിട്ടുണ്ട്. ഐ വുഡ് റാദർ യു ഒരു കാരണവശാലും ടു അല്ല, V2 ആണ് എഴുതേണ്ടത്. V2 വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഏതായിരിക്കും ആൻസർ? കൺസൾട്ടന്റ്. നിനക്ക് പകരം ഞാനായിരുന്നെങ്കിൽ ഡോക്ടറെ
കൺസൾട്ട് ചെയ്തേനെ. അപ്പൊ അതൊരു മാർക്കിന്റെ സംഗതിയാണ്, ഒരു കൊച്ചു ട്രിക്കാണ്, നമുക്ക് പഠിച്ചു വെച്ചിരിക്കുക. അല്ലെ, നമ്മൾ വളരെ വലിയ വലിയ ഗ്രാമറുകൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു കുഞ്ഞു സാധനം ഇതുപോലെ എടുത്തങ്ങ് ഇട്ട് തരും. അപ്പോൾ വുഡ് റാദർ വന്നാൽ നമുക്ക് കൺസൾട്ട് എഴുതണമെന്ന് അറിയാം, ടു ചേർക്കാത്ത കൺസൾട്ട്. എന്നാൽ വുഡ് റാദർ യു വന്നു കഴിഞ്ഞാൽ വി ടു, പാസ്റ്റ് ഫോം ഓഫ് ദി വെർബ്, അല്ലെ, പാസ്റ്റ് വെർബാണ് നമ്മൾ എടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്? ഓക്കെ, ശരി. ഓക്കെ ഓക്കെ, അതുപോലത്തെ ഒരു പൊടിക്കൈ പ്രയോഗം നമുക്ക് നോക്കാം. ഐ മെയ്ഡ് ഹിം ഡാഷ് ഇംഗ്ലീഷ്, റൈറ്റ് ടു റൈറ്റ്, റോട്ട് റൈറ്റിംഗ്. ഒന്ന് ശ്രദ്ധിച്ചെഴുതണം. റൈറ്റിംഗ് അല്ല, അല്ല, അതല്ല, ഒരു ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം. റോട്ട് അല്ല. ഓ, നിങ്ങൾ ആദ്യം ഡിലീഷൻസ് പറയുകയാണ്. റൈറ്റ് ടു റൈറ്റ്. ഓക്കെ, യെസ് യെസ്, ഓക്കെ ആണ്, ശരി ഉത്തരമാണ്. ഓക്കെ, അതായത് മെയ്ഡ്, അതുപോലെ ഹെൽപ്പ്, അതുപോലെ ലെറ്റ്, ഇവയ്ക്ക് ശേഷം ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് വന്നു, ഇപ്പൊ ഹിം എന്ന് പറയുന്ന ഹീയുടെ ഒബ്ജക്റ്റ്, അല്ലെ, ഹീയുടെ ഒബ്ജക്റ്റ് ഹിം, ഷീയുടെ ഒബ്ജക്റ്റ് ഹർ, ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അവിടെ എന്ത് ചെയ്യണം? V1 എടുക്കണം. അതിന്റെ ബേസ് ഫോം ആണ് എടുക്കേണ്ടത്, ടു ചേർക്കാൻ പാടുള്ളതല്ല. ഐ മെയ്ഡ് ഹിം റൈറ്റ്, ഐ മെയ്ഡ് ഹിം റൈറ്റ് ഇംഗ്ലീഷ്. അപ്പൊ അത് ക്ലിയർ ആയോ? എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. ഐ മെയ്ഡ് ഹർ ഡാഷ്, ഓപ്ഷൻ ടു sit down or sit down. എന്തായിരിക്കും ഇവിടുത്തെ ആൻസർ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സിറ്റ് ഡൗൺ മതി അല്ലെ? കാരണം ടു സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം മാറും കേട്ടോ. ഇതിപ്പോ ഞാൻ അവളെ നിർബന്ധിച്ചു, ഇരിക്കാനായിട്ട് ഞാൻ അവളെ നിർബന്ധിച്ചു. ഐ മെയ്ഡ് ഹർ സിറ്റ് ഡൗണിന്റെ അർത്ഥം ടു വന്നു കഴിഞ്ഞാൽ ഞാൻ നിർമ്മിച്ചു, അവളെ ഇരിക്കാനായിട്ട് നിർമ്മിച്ചു. എന്താ, എനിക്ക് കസേര ഉണ്ടാക്കാൻ അറിയാവോ, അവളെ ഇരിക്കാനായിട്ട് നിർമ്മിക്കാൻ. അപ്പൊ അതാണ് ഇതിന്റെ അർത്ഥം മാറി നമ്മൾ ടു ചേർത്ത് കഴിഞ്ഞാൽ. അപ്പൊ ഒന്നും കൂടെ തന്നെ നോക്കാം. ലെറ്റ് ഹിം ഡാഷ് ഗോ ടു ഗോ. ലെറ്റ് ഹിം, അത് നമുക്ക് എന്തായാലും സിമ്പിൾ ആയിട്ട് കിട്ടുന്നതാണ്, നമുക്ക് തെറ്റാൻ സാധ്യതയില്ല. ലെറ്റ് ഹിം ഗോ, അല്ലെ, ലെറ്റ് ഹിം ഗോ. അവിടെ നമ്മൾ ടു ഗോ, ഗോയിങ് ഒന്നും എടുക്കത്തില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു മാർക്കിന്റെ പോയിന്റും ഓർമ്മ വന്നു. അപ്പൊ ഓർക്കുക, മെയ്ഡ്, ഹെൽപ്പ്, ലെറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഓബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ V1 ഫോം, പ്രത്യേകിച്ച് ടു ചേർക്കാൻ പാടുള്ളതല്ല, അർത്ഥം മാറിപ്പോവും. നമ്മൾ ഒന്നിനെ നിർമ്മിച്ചു എന്നായിപ്പോ, ഞാൻ അവനെ ഇംഗ്ലീഷ് എഴുതാൻ നിർമ്മിച്ചു, അല്ലെ, എന്താണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ. ഓക്കെ, ശരി. വി ഹാവ് മൂവ്ഡ് ഡാഷ് ഫ്രം ദാറ്റ് ലൊക്കേഷൻ. അപ്പൊ വി വന്നിട്ടുണ്ട്, വിയുടെ റിഫ്ലക്സീവ് പ്രോനൗൺ എഴുതണം. ഒന്ന് ആൻസർ പറഞ്ഞേ, ദംസെൽഫ് ആണോ, ഹിംസെൽഫ് ആണോ? യെസ്, വെരി ഗുഡ്. അവർ സെൽസ്, അല്ലെ, അവർ സെൽസ്, വി അവർ സെൽസ്. എങ്കിൽ ഹീയുടെ ആൻസർ ഒന്ന് പറഞ്ഞേ, ഹീയുടെ റിഫ്ലക്സീവ് പ്രോനൗൺ എന്ന് പറഞ്ഞേ. ഹി, ഹി എന്താ? വെരി ഗുഡ്, ഹിം സെൽഫ്. എങ്കിൽ ഷീ, ഹർ സെൽഫ്, ദേ, ദം സെൽസ്, യു, യുവർ സെൽഫ്, ഇറ്റ്, ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് റിഫ്ലക്സീവ് പ്രോനൗൺ അറിയാം അല്ലെ? വി, അവർ സെൽഫ്, ഹി, ഹിംസെൽഫ്, ഷീ, ഹെർസെൽഫ്, ദേ, ദംസെൽവ്സ്, യു, യുവർ സെൽഫ്, ഇറ്റ്, ഇറ്റ് സെൽഫ്. ഓക്കെ, അതും ക്ലിയർ ആണ്. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. റിഫ്ലക്സീവ് പ്രോനൗൺ അല്ലെ? ഇപ്പൊ
പ്രോനൗൺസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ ഒക്കെ നോക്കി, ഓർമ്മയുണ്ടോ? ദാറ്റ്, വിച്ച്, ഹൂ, whom, whose, why, what, when, where. ഇത് പറയാൻ കാരണമുണ്ട്. നമ്മൾ ഇന്ന് കുറച്ച് ഒരു ടോപ്പിക്കായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. അതായത് സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ഇപ്പൊ ചോദിക്കുന്ന ഒരു സംഭവമാണ്. ഒരു സെന്റൻസ് തന്നിട്ട് ഇത് സിമ്പിൾ ആണോ, ഇത് കോമ്പൗണ്ട് ആണോ, കോംപ്ലക്സ് ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, ഓക്കെ, കാണുന്നുണ്ടോ? നോട്ട്സ് ഞാൻ ഇത് അയച്ചു തരാവേ. അപ്പോ സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സ് 3 തരം സെന്റൻസുകളാണുള്ളത്. സിമ്പിൾ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴികൾ ഒന്ന് പറഞ്ഞുതരാം. അതിനു മുൻപ് നേരായ വഴിയും കൂടെ ഒന്ന് നോക്കാം. അതായത് സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ്, വെർബ്, ഒരു മെയിൻ ക്ലോസ് മാത്രം കാണും. കോമ്പൗണ്ട് സെന്റൻസ് 2ഓ അതിലധികമോ മെയിൻ ക്ലോസ് കാണും. ഓക്കെ, 2ഓ അതിലധികമോ മെയിൻ ക്ലോസ്. ഇപ്പൊ ഒരു മെയിൻ ക്ലോസ്, ഇത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 2ഓ അതിലധികമോ മെയിൻ ക്ലോസ് ഉണ്ടെങ്കിൽ അത് ഏത് സെന്റൻസിന് ഉദാഹരണം? ഓക്കെ, കോംപ്ലക്സ് സെന്റൻസ് ആണെങ്കിലോ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, ഇഫ് ഐ വെയർ എ ബേർഡ് എന്നൊക്കെ പറയുന്നത് ഏതിന് ഉദാഹരണം? കോംപ്ലക്സ് സെന്റൻസിന് ഉദാഹരണം. അപ്പൊ ഇത് നേരായിട്ടുള്ള വഴി. പക്ഷെ നമുക്കൊരു ഷോർട്ട് കട്ട് ഒന്ന് പഠിച്ചു വെക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ സെന്റൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സിമ്പിൾ സെന്റൻസിൽ എന്തൊക്കെയാ വരുന്നതെന്ന് നോക്കാം. ചില വാക്കുകൾ ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് സിമ്പിൾ സെന്റൻസിന് ഉദാഹരണം. ഇതൊന്ന് നോക്കിയിട്ട് ഇതിന്റെ താഴെ ഒരു 10-15 ചോദ്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടി വരും. ഇപ്പൊ തന്നെ പഠിക്കുക, ആൻസർ ചെയ്യുക. ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് വന്നാൽ സിമ്പിൾ സെന്റൻസ്. നമ്മൾ പറയാറില്ലേ, ഇൻസ്പൈറ്റ് ഓഫ് ഫീവർ ഹി അറ്റൻഡഡ് ദ ക്ലാസ്, ഇൻസ്പൈറ്റ് ഓഫ് ഓണം ഹോളിഡേസ് ഹി അറ്റൻഡഡ് ദ ക്ലാസ്, അല്ലെ? അങ്ങനെയൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ്. ഓക്കെ, പിന്നെ നോ കണക്ടിങ് വേർഡ്സ്. കണക്ടിങ് വേർഡ്സ് ഒന്നും ഇല്ല. ഇങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ടല്ലോ, ആൻഡ്, ബട്ട്, അതൊന്നും കാണത്തില്ല. സ്റ്റാർട്ട്സ് വിത്ത് ING, അതായത് ബീങ് അല്ലെങ്കിൽ ഡ്യൂ ടു ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ഒക്കെയാണ് സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ അത് സിമ്പിൾ സെന്റൻസിന് ഉദാഹരണം. INGയിൽ, ജെറണ്ടിൽ ഒക്കെ സെന്റൻസ് തുടങ്ങുകയാണെങ്കിൽ അത് സിമ്പിൾ സെന്റൻസിന് ഉദാഹരണം. പിന്നെ ടു ഇനഫ് ടു ഇനഫ് ടു. 3 പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഓർത്താൽ മതി. എല്ലാം കൂടെ നമുക്ക് ഈ സിമ്പിൾ സെന്റൻസിൽ പഠിക്കണ്ട. ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം. അതായത് ഒന്ന് ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ്, INGയിൽ തുടങ്ങുന്നു. ടു ഇനഫ് ടു, ബീയിങ് ഒക്കെ എന്തായാലും INGയിലാണല്ലോ തുടങ്ങുന്നത്. 3 പോയിന്റ്സ് പഠിച്ചാൽ സിമ്പിൾ സെന്റൻസ് കിട്ടും. പഠിച്ചോ നിങ്ങൾ? ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ്, ING തുടക്കം, പിന്നെ ടു ഇനഫ് ടു. അടുത്ത് കോമ്പൗണ്ടിലേക്ക് പോകാം. കോമ്പൗണ്ട് സിമ്പിൾ ഫാൻ ബോയ്സ്. ഇത് ആർക്കെങ്കിലും ഒന്ന് ഇതിനെ ഒന്ന് ക്രാക്ക് ചെയ്യാമോ? ഫാൻ ബോയ്സ് എന്താണെന്ന് പറയാവോ? ഓരോ വാക്കുകളാണ് ഫാൻ ബോയ്. ആരെങ്കിലും എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഫാൻ ബോയ്? ഓരോ വാക്കാണ്. യെസ്, കിട്ടി, ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ F4 ആണ്. ആൻഡ്, N നോട്ട്, B but, or, yet, and so. കണ്ടോ? ഇത്രയും വാക്കുകൾ വരുന്ന ഒരു വാചകം 2 സെന്റൻസുകളെ യോജിപ്പിക്കാനാണല്ലോ ഈ ഒരു കൺജങ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. 2 സെന്റൻസുകൾ ആയിട്ട് വരുന്ന ഒരു വേർഡ് ആണ്, അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആണ്. അതിനകത്ത് 2 പാർട്ട് കാണും. ഇപ്പൊ അവൻ അവിടെ പോയി, എന്നിട്ട് അവിടെ നിന്ന് ഫ്രൂട്ട്സ് മേടിച്ചു എന്നൊക്കെ പറയും. അതിന്റെ എക്സാമ്പിൾസ് ഞാൻ തരുന്നുണ്ട്.
നമുക്ക് അല്ലെങ്കിലും അറിയാം ഫോർ ആൻഡ് നോർ ബട്ട് ഓർ യെറ്റ് സോ. അതൊന്ന് എളുപ്പത്തിൽ പഠിച്ചു വെക്കാനാണ് ഈ ഫാൻ ബോയ്സ് എന്ന് പറഞ്ഞ കോഡ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയാന്നുള്ള നമ്മള് നോട്ട് ഓൺലി ബട്ട് ആൾസോ, നൈദർ നോർ എയ്തർ ഓർ, നമ്മളിത് കോൺകോഡില് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. സെക്കൻഡ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, എയ്തർ ഓർ, നൈദർ നോർ. പിന്നെ നെവർദലെസ്, വേറാസ്, ആസ് വെൽ ആസ്, ബോത്ത് ആൻഡ്, കോൺസിക്വന്റ്ലി, ദെയർഫോർ. ഓക്കെ, ഇതൊന്നും പഠിച്ചില്ലെങ്കിലും രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെയും പ്രധാനമായിട്ട് നോക്കാം. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഫാൻ ബോയ്സ് ഓർമ്മ വേണം. പിന്നെ നമ്മളെ ഈ ഒരു നോട്ട് ഓൺലി ബട്ട് ഓൾസോ, എയ്തർ ഓർ, നൈദർ നോർ. പിന്നെ ബാക്കി രണ്ടും കൂടെ അങ്ങ് നോക്കിക്കൂടെ അല്ലേ. നമ്മൾ എന്തായാലും ഫാൻ ബോയ്സ് പഠിച്ചല്ലോ, ഫാൻ ബോയ്സ് പഠിച്ചു. പിന്നെ ഈ നോട്ട് ഓൺലി ബട്ട് ഓൾസോ, എയ്തർ ഓർ, നൈദർ നോർ, അതൊന്ന്. പിന്നെ അതിൽ തന്നെയാണ് ആസ് വെൽ ആസ്, ബോത്ത് ആൻഡ്. ഇത് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതെല്ലാം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഫാൻ ബോയ്സ് മസ്റ്റ്. വേറെ ഒന്നും നോക്കണ്ട. ഓക്കെ, ക്ലിയർ? ശരി, നമുക്ക് നോക്കാം. അടുത്തത് കോംപ്ലക്സ് സെന്റൻസ്, സങ്കീർണ വാക്യങ്ങൾ. ഓക്കെ, അതിനകത്ത് ഒരു മെയിൻ ക്ലോസ്. ഇപ്പോ അതെന്താണെന്ന് വെച്ചാല്, ഇഫ് ഐ വേർ എ ബേർഡ്, ഐ വുഡ് ഫ്ലൈ. ചിലപ്പോ ഇങ്ങനെയും ചോദിക്കും, ഇതിൽ ഏതാ മെയിൻ ക്ലോസ്? ഇത് മെയിൻ ക്ലോസ്. ഈ മോഡൽ ഓക്സിലറി പ്ലസ് വെർബ് വരുന്നത് മെയിൻ ക്ലോസ്, ഇത് സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ, അപ്പൊ അത് ആണ് കോംപ്ലക്സ് സെന്റൻസിന് ഉദാഹരണം. പക്ഷേ ഇതിൽ നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ പഠിക്കണം. നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? ദാറ്റ്, വിച്ച്, ഹൂ, ഹൂം, ഹൂസ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ആ സാധനങ്ങൾ നമ്മളൊന്ന് ഓർക്കണം. അത് ഇവിടെ ഓർത്തെടുക്കണം. കോംപ്ലക്സ് സെന്റൻസിലാണ് ഈ റിലേറ്റീവ് പ്രോനൗൺ വരുന്നത്. സെറ്റ് അല്ലേ? പിന്നെ നമ്മൾ പഠിക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ ബിക്കോസ്, ദോ, ഓൾദോ, ഈവൻ ദോ. ബിക്കോസ്, ദോ, ഓൾദോ, ഈവൻ ദോ. സോ ദാറ്റ്, ആസ് സൂൺ ആസ്. സോ ദാറ്റ്, ആസ് സൂൺ ആസ്. ഓൺലി, ഇഫ്, അൺലെസ്. പിന്നെ ഹാർഡ്ലി, സ്കേഴ്സ്ലി, നോ സൂണർ. ഇവയൊക്കെ ഇമ്പോർട്ടന്റ്. ഇതിനകത്ത് റിലേറ്റീവ് പ്രോനൗൺ അത് അത്യാവശ്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ കിട്ടും. പിന്നെ ഇഫ്, അൺലെസ്, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ഇത് പതുക്കെ സമയം എടുത്ത് നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പൊ നമുക്ക് ഇത്രയും ഐഡിയ വെച്ചിട്ട് അത്യാവശ്യം 2-3 ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് ചെയ്തു നോക്കാം. ഞാൻ ഈ നോട്ട് അയച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് പഠിക്കേണ്ട ഒരു സംഗതി മനസ്സിലായല്ലോ. സിമ്പിൾ സെന്റൻസ് നമുക്ക് നോക്കേണ്ടത് ഏതൊക്കെ? 3 ഉണ്ട്. ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, ING-യിൽ തുടങ്ങുന്നു. ടു ഇനഫ് ടു ഉണ്ടെങ്കിൽ അത് സിമ്പിൾ സെന്റൻസ്. ഫാൻ ബോയ്സ് വന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ട്. റിലേറ്റീവ് പ്രോനൗൺ വന്നാൽ കോംപ്ലക്സ്. ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പഠിച്ചാൽ മതി. ഓക്കെ, നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇനി എങ്ങനെയാ ഇതിന്റെ ചോദ്യങ്ങൾ വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുമോ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ആസ് സൂൺ ആസ് ദ ഡോഗ് സോ ഇറ്റ്സ് മാസ്റ്റർ ഇറ്റ് സ്റ്റാർട്ടഡ് വേഗിങ് ഇറ്റ്സ് ടെയിൽ. സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ്. ആസ് സൂൺ ആസ്. ആഹാ, സോനയാണ് ആദ്യത്തെ ആൻസർ അയച്ചിരിക്കുന്നത്. ശരി ഉത്തരം. ബാക്കി ആർക്കും ധൈര്യം ഇല്ലേ? ചാർട്ട് വേണോ? ചാർട്ട് വേണോ? ആസ് സൂൺ ആസ്, ആസ് സൂൺ ആസ് അല്ലെ? വാരാഴ്ച കോളവാക്കി ഇട്ടേക്കോ. എവിടെ കാണാൻ ആസ് സൂൺ ആസ് ഒക്കെ? ആസ് സൂൺ ആസ് ഏത് ഭാഗത്തിൽ ഉണ്ട് എന്നുള്ളത് ഓർത്താൽ സംഭവം പിടിക്കുന്നു. ഒരു മിനിറ്റ് ക്വസ്റ്റ്യൻ പറയാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ആസ് സൂൺ ആസ് ദ ഡോഗ് സോ ഇറ്റ്സ് മാസ്റ്റർ ഇറ്റ് സ്റ്റാർട്ടഡ് വേഗിങ് ഇറ്റ്സ് ടെയിൽ. കിട്ടിയായിരുന്നോ? ഇറ്റ് സ്റ്റാർട്ട്. അത് സ്റ്റാർട്ടഡ് വന്നത് അറിയാലോ എന്തുകൊണ്ടാണെന്ന്. ഇവിടെ സോ വന്നത് കൊണ്ടാണ്. ചാർട്ട് കാണിച്ചാൽ നോക്കിയല്ലേ പറയത്തുള്ളൂ. ഏതാ ചാർട്ടേ? ക്വസ്റ്റ്യൻ തരുമ്പോ കാണിക്കണ്ട. ഓ ശരി. ഓഹോ, നിങ്ങൾ പഠിച്ചോ അപ്പോഴത്തേക്കും? ആഹാ, പിന്നെ വാശിയായി. ഓക്കെ, ഇവിടത്തെ ആൻസർ കിട്ടിയിട്ടുണ്ട് അല്ലെ? കോംപ്ലക്സ് ആണേ. ഓക്കെ,
എങ്കിൽ അടുത്തത്. ശരി, ഓക്കെ, സെറ്റ്. യു ക്യാൻ ലീവ് ഓർ യു ക്യാൻ സ്റ്റേ. യു ക്യാൻ ലീവ് ഓർ യു ക്യാൻ സ്റ്റേ. സിമ്പിൾ. ഒരു ചെറിയ ക്ലൂ കിട്ടാത്തവർക്ക് ഒരു ചെറിയ ക്ലൂ ഇവിടെ കിടപ്പുണ്ട്. ഫാൻ ബോയ്സ്. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ. നിങ്ങൾ എല്ലാവരും ആൻസർ എഴുതി. കാരണം ഓർ വന്നിട്ടുണ്ട്. നിനക്ക് ഒന്നെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ നിനക്ക് പോകാം. ഓർ കോമ്പൗണ്ട്. ഇനി ക്ലൂ ഒന്നും ഇല്ലേ? ചൂസ് ദ സിമ്പിൾ സെന്റൻസ്. ശരി. അലി ആൻഡ് ടോം went to the park in the evening. Devi went to the market and bought some fruits. Raju liked the watch which his aunt presented him. The house was so beautiful that he decided to buy it. ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ. ആഹാ, ഈ ഐറ്റവും നിങ്ങൾ ആൻസർ അടിച്ചല്ലോ. ശരി ഉത്തരവാ. കാരണം മിക്ക ആൾക്കാരും ഇവിടെ ആൻഡ് കണ്ടിട്ട് ഇതാണ് ആൻസർ എന്ന് ചിന്തിക്കത്തില്ല. ഇവിടെ ആൻഡ് ഉണ്ട്, ഇവിടെ പിന്നെ മറ്റേ വിച്ച് ഉണ്ട്, ദാറ്റ് ഉണ്ട്. ഇതൊക്കെ കോംപ്ലക്സ് സെന്റൻസിൽ. ഇത് കോമ്പൗണ്ട് സെന്റൻസ്, ഇത് രണ്ടും കോംപ്ലക്സ്. പക്ഷെ നിങ്ങൾ സൂപ്പറാ കേട്ടോ. ഇവിടെ ആൻഡ് ഉണ്ടെങ്കിലും ഇത് സിമ്പിൾ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. അത് തന്നെയാണ് ശരി ഉത്തരം. കാരണം ഇത് രണ്ട് വാചകങ്ങളല്ല ചേർക്കുന്നത്, രണ്ട് ആൾക്കാരെയാണ്, രണ്ട് നൗണിനെയാണ് ചേർക്കുന്നത്, അല്ലെ? ഒരു പ്രിപ്പോസിഷൻ ആയിട്ടാണ് ആൻഡ് ആക്ട് ചെയ്തത്. ഓക്കെ, അലി ആൻഡ് ടോം ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്തോട്ടാ പോയത്. നല്ലൊരു ആൻസർ ആയിരുന്നു, സൂപ്പറാ. ഓക്കെ, എങ്കിൽ അടുത്ത ഒരു ചോദ്യം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എ ഡാഷ് ഈസ് മേഡപ്പ് ഓഫ് 2 or more മെയിൻ ക്ലോസസ്. നോ ക്ലൂസ്. നമ്മൾ പഠിച്ചതാ, നോക്കട്ടെ. അത് ശരിയാണല്ലോ. ഓക്കെ, വെരി ഗുഡ്. കോമ്പൗണ്ട് സെന്റൻസ് ആണ് 2 or more മെയിൻ ക്ലോസസ്. വെരി ഗുഡ്, പൊളിച്ചു. ആഹാ, കട്ടിയുള്ള ചോദ്യങ്ങൾ തന്നു നോക്കാം. ഐഡന്റിഫൈ ദ കോംപ്ലക്സ് സെന്റൻസ്. ഐഡന്റിഫൈ ദ കോംപ്ലക്സ് സെന്റൻസ്. കോംപ്ലക്സ് മറ്റേ റിലേറ്റീവ് പ്രോനൗൺ ഒക്കെ വെച്ച് നോക്കുമ്പോ കിട്ടുമായിരിക്കും. ഓവൻ, പ്ലേസ്, പിയാനോ. ചില ആൾക്കാര് സോനയൊക്കെ തെറ്റിച്ചല്ലോ. യെസ്, അർച്ചന ഓക്കെ ആണ്. അതായത് ഇതില് ക്ലൂ നിങ്ങൾക്ക് റിലേറ്റീവ് പ്രോനൗൺ തരുന്നു. ദാറ്റ്, വിച്ച് ഒക്കെ വരുന്നതാണ്. അപ്പൊ ഇതിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി അല്ലേ? ബട്ട് നമ്മളെ ഫാൻ ബോയ്സിൽ വരുന്നതല്ലേ? യെസ്. ഓക്കെ, അപ്പൊ അത് തെറ്റിക്കരുത്. ഇതല്ല. ഓക്കെ, ഓപ്ഷൻ സി. ശരി, അടുത്തൊരു ക്വസ്റ്റ്യൻ. വെൻ യു ഡു ദിസ് വർക്ക് ഐ ഷാൽ ഹെൽപ്പ് യു. നീ ആ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ നിന്നെ സഹായിക്കാം. ഇവിടെ എന്റെ ഒരു സഹായവും ഇല്ല, കണ്ടുപിടിക്കുക. പ്രജിത, സോന, ജിഷ എല്ലാം ഒരു ഓഫീസിലുള്ളവരാണ്. തെറ്റോട് തെറ്റാണ്. അനിൽകുമാർ ഉണ്ടോ അവിടെ? ഉണ്ട് സാറേ. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തോളണേ. വീട്ടിലെല്ലാ ശബ്ദവും കേൾക്കാം. ഓക്കെ, വെൻ യു ഡു ദിസ് വർക്ക് ഐ ഷാൽ. ഇവിടെ രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ. ഐ ഷാൽ ഹെൽപ്പ് യു അല്ല, ഇവിടെ നമുക്ക് ഒരു ക്ലൂ ഇല്ല. പക്ഷെ വെന്ന് വരുന്നില്ലേ? യെസ്, റിലേറ്റീവ് പ്രോനൗണിന്റെ വെന്ന് വന്നായിരുന്നു. കോംപ്ലക്സ് ആണ് എന്നുള്ളത് ഓർക്കുക. കോംപ്ലക്സ്. ശരി, കുറച്ചും കൂടെ എളുപ്പമുള്ള ഒരു ചോദ്യം. ഇവിടെ കോംപ്ലക്സോ കോമ്പൗണ്ടോ അല്ല കേട്ടോ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഐഡന്റിഫൈ ദ പ്രിൻസിപ്പൽ ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ്. ഇതിന്റെ എക്സാമ്പിൾ ഞാൻ എഴുതിയായിരുന്നു. ഇത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അത് സൂപ്പറാ. ഓക്കെ. മോഡൽ പറഞ്ഞു തന്നാ പിന്നെ തെറ്റിക്കത്തില്ല. ശരിയാ, ഓപ്ഷൻ ബി അല്ലെ? യു വിൽ പാസ്. മോഡൽ ഓക്സിലറി വരുന്നത് കണ്ടോ. ഇവിടെയും മോഡൽ ഓക്സിലറി വന്നാൽ അത് കോംപ്ലക്സ് ആണ്, ഓർക്കുക. ശരി, എട്ടാമത്തെ ചോദ്യം. ഓയിങ് ടു ഇൽനസ് യു കുഡിന്റ് അക്കംപ്ലിഷ് ഹിസ് ഡ്രീം ഈസ് എ ഡാഷ് സെന്റൻസ്. ING തുടക്കം. അതെന്തായിരുന്നു?
സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് ഏതാണ്? ഓക്കെ, ശരി ഉത്തരമാണ്. ING തുടങ്ങിയാൽ ഓയിങ് ടു, ഡ്യൂ ടു, ബിക്കോസ് ഓഫ്, ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ് ഒക്കെ വന്നാൽ സിമ്പിൾ സെന്റൻസ്. ഓക്കെ, വെരി ഗുഡ്. ട്രാൻസ്ഫോം ദ ഗിവൺ സെന്റൻസ് ഇൻ ടു കോംപ്ലക്സ്. ഓ, ഇത് ശരിക്കും കോംപ്ലക്സ് ക്വസ്റ്റ്യനാ. ഹർ ലുക്സ് പ്രൊക്ലെയിംസ് ഹർ ഇന്നസെൻസ്. കോംപ്ലക്സ് ആക്കണം. നോക്കട്ടെ. റിലേറ്റീവ് പ്രോനൗൺ ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. വേറെ ഒന്നും നോക്കാനില്ല. BO CO DO ഒന്നും പോകണ്ട. ഫസ്റ്റ് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ കിട്ടും. എന്തോ ഞാൻ പറയും ഇങ്ങനെയൊക്കെ, എന്നാലും ശ്രദ്ധിക്കണം. ഓക്കെ, പ്രൊക്ലെയിംസ് ദാറ്റ് ഉണ്ട്. അപ്പൊ അവിടെ എന്താണ് ശരി ഉത്തരം? അങ്ങനെ ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസ് വന്നു കഴിഞ്ഞാലും നോക്കിയാൽ മതി കോംപ്ലക്സ് ആണോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആ റിലേറ്റീവ് പ്രോനൗൺ ഒന്ന് ഓർത്ത് വെക്കുക. അതിനുശേഷം സമയം കിട്ടുമ്പോൾ ദോ, ഓൾ ദോ, ഈവൻ ദോ ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക ആസ് സൂൺ ആസ്. ഓക്കെ, ശരി. ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ലേ. ട്രാൻസ്ഫോം ദ ഗിവൺ സെന്റൻസ് ഇൻ ടു കോംപ്ലക്സ്. പിന്നെയും കോംപ്ലക്സോ? വി ഹാവ് ഇൻഫോംഡ് ഹർ of her success. We have informed her of her success. ഓമ്പട, ഇത് ടെൻസും കൂടെ അറിഞ്ഞിരിക്കണം. ദാറ്റ് വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തതല്ല, രണ്ടാമത്തതല്ല. വി ഹാവ് ഇൻഫോംഡ് ദാറ്റ് ഷീ വാസ് സക്സീഡഡ്. ഷീ ഹാസ് ഇൻഫോംഡ് ദാറ്റ്. അതെന്തായാലും അങ്ങനെ വരത്തില്ലല്ലോ. അവള് തന്നെ അവളെ ഇൻഫോർമേഷൻ പറയൂ. ഇല്ല, എപ്പോഴും മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയണം അല്ലെ, നമ്മൾ വലിയ സംഭവമാണെന്ന്. അല്ലാതെ നമ്മൾ തന്നെ പറഞ്ഞിട്ടുന്ന. അപ്പൊ ആൻസർ കിട്ടി. ഓപ്ഷൻ സി ആണ്. അപ്പൊ ദാറ്റ് 2 വന്നു അല്ലെ. റിലേറ്റീവ് പ്രോനൗൺ നോക്കി വെച്ചിട്ട് ദാറ്റ് 2 വന്നു. അപ്പൊ അതൊന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഗുഡ്. എവ്രി വൺ നോസ് ദ എർത്ത് ഈസ് റൗണ്ട്. അതിനെ കോമ്പൗണ്ട് ആക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, എളുപ്പമാ. പുട്ടുപോലെ ആൻസർ ഇങ്ങനെ പോകും. ഒറ്റ പ്രാവശ്യം ഒന്ന് വായിച്ചാൽ പോരെ. യെസ്, ആൻഡ് ഉണ്ട്. കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ മറ്റേ ഫാൻ ബോയ്സ് ഓർക്കുക. ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ ഉണ്ടല്ലോ. ഉണ്ട്, കോമ്പൗണ്ട്. ഓപ്ഷൻ എ, ട്രാൻസ്ഫോം ദ ഗിവൺ സെന്റൻസ് ഇൻ ടു കോമ്പൗണ്ട്. വളരെ സിമ്പിൾ. അടിപൊളി. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ്. നോ ക്ലൂസ്. ആഹാ, ഷോ, ശരി ഉത്തരമാണല്ലോ. സിമ്പിൾ അല്ലേ, നിസ്സാര കേസാ. കുരയ്ക്കുന്ന പട്ടി കടിക്കാറില്ല. ഓക്കെ, ഗുഡ്. ഡിസ്പൈറ്റ് ഹിസ് ഇന്നസെന്റ് ഹി വാസ് പണിഷ്ഡ്. ഓ, അയ്യോ, കടുകട്ടി ക്വസ്റ്റ്യൻ ആയി പോയി. ഓക്കെ ഓക്കെ, അതും സിമ്പിൾ ആണ്. രാധ ഈസ് ക്ലെവർ ഇനഫ് ടു ജഡ്ജ് ദ ഗെയിം. ഓക്കെ, ആ, രാധ ഈസ് ക്ലെവർ ഇനഫ് ടു, ടു ഇനഫ് ടു അല്ലേ. ഇത് വന്നാലും അത് സിമ്പിൾ ആണ്. സിമ്പിൾ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ആ, ഓപ്ഷൻ ഇല്ലേ? ആ, ഉണ്ട്. മൈ ബ്രദർ വർക്ക്സ് ഇൻ ദ ഓഫീസ് വേറാസ് ഐ വർക്ക് അറ്റ് ഹോം. വേറാസ്, ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നോക്കട്ടെ. കോംപ്ലക്സ് അല്ല, സിമ്പിളും അല്ല. വേറാസ് ഫാൻ ബോയ്സിന്റെ കുടുംബത്തിൽ വരുന്നത്. അതെ 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 അതെ. അപ്പൊ കോമ്പൗണ്ട്. കാരണം നിങ്ങൾ ആ ഫാൻ ബോയ്സ് മാത്രമേ നോക്കിയുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞല്ലോ, സൗകര്യം പോലെ നോക്കാം. അതുകൊണ്ടാണ് ഞാൻ അത് ആൻസർ പറഞ്ഞു പോയത്. ഓക്കെ. പ്രാക്ടീസ് റെഗുലർലി ഓർ യു കാൺ ബി എ വിന്നർ. നോ ക്ലൂസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. പ്രാക്ടീസ് റെഗുലർലി ഓർ യു കാണ്ട് ബി എ വിന്നർ. ഓക്കെ, വെരി ഗുഡ്. കോമ്പൗണ്ട് അല്ലേ, കോമ്പൗണ്ട്. I was happy when I saw my parents. I was happy when I saw my parents. When, what, where, which. That. Okay, okay, okay. Complex. It is a matter that deserves attention. Namala last question. ഈ ഒരു ഫോർമാറ്റിലെ it is a matter that deserves attention. Okay. ദാറ്റ്, വിച്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു കോംപ്ലക്സ്. അപ്പോൾ ഇത് ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി നിങ്ങൾ നടത്തുക. ഞാൻ ആ നോട്ട് അയച്ചു തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സമയം എടുത്ത്
പഠിക്കാനുള്ളവർക്ക് അത് ചെയ്യുക. അല്ലാത്തവർ തൽക്കാലം എന്ത് ചെയ്യുക, ഈ ഫാൻ ബോയ്സും റിലേറ്റീവ് പ്രോനൗണൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, പിന്നെ നമുക്കറിയാമല്ലോ. ശരി, അപ്പോൾ അതായിരുന്നു നമ്മൾ ആ ഒരു കാര്യം. നമ്മൾ തിരിച്ച് നമുക്ക് ഇതിലേക്ക് വരാം. ഓക്കെ, ആ ഇനി ഒരു ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ലെറ്റ്സ് ഗോ. ഹി പ്ലേസ് ഡാഷ് വയലിൻ. ഹി പ്ലേസ് ഡാഷ് വയലിൻ. ദ വയലിൻ അതോ ഹി പ്ലേസ് വയലിൻ എന്ന് മതിയോ? ഓഹോ, ആരും തന്നെ അവിടെ ആർട്ടിക്കിൾ ഇടുന്നില്ല. ആഹാ, ആർട്ടിക്കിൾ വേണ്ട. ശരി, ഹി പ്ലേസ് വയലിൻ ശരി ഉത്തരവാ അല്ലെ? അതായത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ വേണമോ വേണ്ടയോ എന്നുള്ളത് ഞാൻ പറയാം. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറും കൂടെ പറയണം. സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് വന്നിരിക്കുന്നത്. അവിടെ ദ വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾ പറയുക. അയ്യോ, ക്വസ്റ്റ്യൻ പോയ. ആ, ഹി പ്ലേസ് ഡാഷ് ചെസ്. ഹി പ്ലേസ് ദ ചെസ്. ആ, ഹി പ്ലേസ് ക്രിക്കറ്റ്. ഹി പ്ലേസ് ഫുട്ബോൾ. അവിടെ എന്ത് പാടില്ല? നോ ആർട്ടിക്കിളോ? അപ്പൊ വയലിന്റെ അവിടെയോ? അവിടെയും പാടില്ല. അയ്യോ, അങ്ങനെ പാടില്ല. ഹി പ്ലേസ് ദ ചെസ് അതോ ദ ക്രിക്കറ്റ്, ദ ഫുട്ബോൾ എന്ന് പറയോ? അതോ ഹി പ്ലേസ് ചെസ് ക്രിക്കറ്റ്, ഹി പ്ലേസ് ക്രിക്കറ്റ് വെൽ, ഹി പ്ലേസ് ഫുട്ബോൾ വെൽ എന്ന് പറയോ? കൺഫ്യൂഷൻ ആയി അല്ലേ? ദ എന്ന് പറയും. ഉറപ്പാണ്? മ്യൂസിക്കലിന്റെ അവിടെ വേണ്ടല്ലോ. ഒരു ക്വസ്റ്റ്യനും കൂടെ തരാം. ആ അല്ലേ, നമ്മൾ പെട്ടെന്ന് ആ റിലേറ്റീവ് പ്രോനൗണും സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സിൽ നിന്നും ചാടിയതിന്റെ കുഴപ്പമാണ്. നമ്മൾ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമുക്ക് കിട്ടിക്കോളും. ഹി പ്ലേസ് ഡാഷ് ഫ്ലൂട്ട് വെൽ. ഹി പ്ലേസ് ഡാഷ് ഫ്ലൂട്ട് വെൽ. വേണം അല്ലേ? ഹി പ്ലേസ് ദ ഫ്ലൂട്ട്, ഹി പ്ലേസ് ദി വയലിൻ. എന്നാൽ ഗെയിംസ് വരുമ്പോ നമുക്ക് അവിടെ എന്തിന്റെ ആവശ്യമില്ല? ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. സ്പോർട്സ്, ഗെയിംസ് എന്നിവ കളിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. നമ്മളിപ്പോ ഒരു സാധനം മേടിച്ചു, ഫുട്ബോൾ അവന് മേടിച്ചു കൊടുത്തു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ കൊടുക്കാം. പക്ഷെ ഇവിടെ ഇപ്പൊ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നു, പ്ലേയിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചേർക്കാം? ഹി പ്ലേസ് ദ വയലിൻ, ഹി പ്ലേസ് ദ ഗിറ്റാർ, ഹി പ്ലേസ് ദ ഫ്ലൂട്ട് എന്നൊക്കെ പറയാം. എന്നാൽ സ്പോർട്സ് ഐറ്റംസ് ഒക്കെ വരുമ്പോൾ അത് കളിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് വേണ്ട? നോ ആർട്ടിക്കിൾ. ഹി പ്ലേസ് ചെസ്. ഓക്കെ, എന്തോ ഇത് പെട്ടെന്ന് എനിക്കൊരു കാര്യം ഓർമ്മിച്ചതേ. ഞാൻ ചില ടേംസ് ചോദിച്ചു നോക്കട്ടെ. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ളതായിരിക്കും, നിങ്ങൾക്ക് ഇടയ്ക്ക് എന്നാൽ ഇത് ഇപ്പൊ ചോദിക്കാറുണ്ട്. അത് ഏത് സ്പോർട്സുമായി ബന്ധപ്പെട്ടതാണെന്ന്. കൂടുതലും ബോയ്സ് ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. നൈറ്റ് വാച്ച്മാൻ, ഇത് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് ഈ ടേം? ഗേൾസിനും പറയാം. ശരിയാണ്. അർച്ചന സുനിലാണ് ആദ്യത്തെ ആൻസർ. വിജില, ഓക്കെ, എല്ലാരും അടിക്കുന്നുണ്ട് ഇപ്പൊ. ഗേൾസ് ഒക്കെ വളരെ ക്രിക്കറ്റ്. അർച്ചനയൊക്കെ നേരത്തെ പറഞ്ഞു. ഓക്കെ, നൈറ്റ് വാച്ച്മാൻ. നൈറ്റ് വാച്ച്മാൻ ആണോ? ദ്രാവിഡിന് അങ്ങനെ ഒരു ഇതില്ലേ, പേരുണ്ട് അല്ലേ? ഓക്കെ, അതെനിക്ക് അറിയത്തില്ലായിരുന്നു. സാധാരണ ഞാൻ ആ ഒരു ടേം ഓർമ്മിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഇന്നിങ്സ് ഒക്കെ കളിക്കുമ്പോൾ
ബെസ്റ്റ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാരെ ഇറക്കാതെ ബൗളർമാരെ ഇറക്കിയിട്ട് ഈ നൈറ്റ് കളിക്കാനായിട്ട് അവരെ ഇറക്കി വിടും. അതായത് അല്ല, നല്ല ബാറ്റ്സ്മാൻമാരെ റിസർവ് ചെയ്ത് വെച്ചിട്ട് രാവിലെ ദ്രാവിഡ കളിപ്പിക്കാൻ. ദ്രാവിഡ് അങ്ങനത്തെ ഒരു ഇതിലുള്ളതാണല്ലേ? അതെ. ഓക്കെ ഓക്കെ. അപ്പോ നിങ്ങൾക്ക് അപ്പോ ചില ആൾക്കാർ ഇത് ഇങ്ങനെ കാണാതെ പഠിച്ചു മാത്രം വെക്കും. ഓക്കെ. അപ്പോ അടുത്തൊരു വാക്ക് ചോദിച്ചു നോക്കാം. സിസർ. സിസർ കട്ടില്ല കേട്ടോ. സിസർ. ഓഹോ, അവിടെ സഹായിക്കാനൊക്കെ ആളുണ്ടെന്ന് തോന്നുന്നല്ലോ അനിൽകുമാറിന്. ഇല്ല സാർ, ഇല്ല. ഇല്ല. എന്റെ ദൈവമേ, ഇവിടെ അർച്ചനയും പല പല ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ എഴുതട്ടെ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ മറന്നുപോകും. റെസ്ലിംഗ് ആണ് കേട്ടോ, റെസ്ലിംഗ്. സിസർ എന്ന് പറഞ്ഞാൽ ഒരിനം പൂട്ടാണ്, ഒരു ലോക്കാണ്. റെസ്ലിംഗ്. ഓക്കെ. അടുത്ത് ഗോൾഫ്. ഗോൾഫ്. അയ്യോ, ഗോൾഫ്. അയ്യോ അയ്യോ അയ്യോ, സോറി, മൈ മിസ്റ്റേക്ക്. ക്വസ്റ്റ്യൻ ഇപ്പുറത്ത് ചോദിക്കാതെ ആൻസർ എഴുതി. ചേട്ടാ, ഇനിയിപ്പോൾ അത് ചോദിക്കാനും പറ്റത്തില്ലല്ലോ. അത് പോട്ടെ. ഗോൾഫ് ഞാൻ പിന്നീട് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ബുൾസ് ഐ. ബുൾസ് ഐ. അയ്യോ, ചെസ്സല്ല, ചെസ്സല്ല. ഇതാര് കബഡി എന്നൊക്കെ പറയുന്നത്? ബുൾസ് ഐ, ആർച്ചറി കേട്ടോ, ഷൂട്ടിംഗ് അല്ലെങ്കിൽ ഷൂട്ടിംഗ്. ഈ ആർച്ചറിയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരത്തില്ല, കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻ റെഡി ആയി കാണുമല്ലോ. ഇപ്പോഴത്തെ പാരാ ഒളിമ്പിക്സ് ഒക്കെ നമുക്കറിയാലോ, പാരാ ഒളിമ്പിക്സിലൊക്കെ ആർച്ചറി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. പോട്ടെ. എന്തായാലും ഇത് പറയാം. ഈഗിൾ ആണ് കേട്ടോ, ഈഗിൾ. അത് ഗോൾഫാണ്. ബുൾസ് ഐ ആർച്ചറി ആണ്. ഒന്നും കൂടെ ചോദിച്ചു നോക്കാം. ലിബറോ. 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 എക്സൈസ് ഗാർഡ് പരീക്ഷയുടെ. അതെ, വെരി ഗുഡ്, വെരി ഗുഡ്. വോളിബോൾ, വോളിബോൾ, വോളിബോൾ. എയ്സ്. എയ്സ് ടെന്നീസ് ആണ്. ടെന്നീസ്. ഓക്കെ, എയ്സ് ടെന്നീസ് ആണ്. ഓക്കെ, അപ്പൊ അതും നിങ്ങളൊക്കെ നേരത്തെയൊക്കെ പഠിച്ചു വെച്ച കാര്യങ്ങളാണ്. ഓക്കെ, ഗുഡ്. അപ്പൊ ഇത് ഇനി ഓർക്കുക. ഹി പ്ലേസ് ദ വയലിൻ, ഹി പ്ലേസ് ചെസ്. ഓക്കെ, സെറ്റ്. അടുത്തത്, ഐ പ്ലേ വയലിൻ വെൻ ഐ വാസ് എ ചൈൽഡ്. ഐ പ്ലേ, പ്ലേ വരത്തില്ല. ഐ പ്ലേഡ് വയലിൻ. ഞാൻ വയലിൻ വായിച്ചിട്ടുണ്ട്. വെൻ ഐ വാസ് എ ചൈൽഡ്. നോ 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 നോ, ശരിയാ. പ്ലേ, പ്ലേ മതി, കാരണം അവിടെ ഒരു വേറൊരു ഐറ്റം വരുന്നുണ്ട്. ശരിയാ, ശരിയാ. അതിന്റെ ഫ്രണ്ടിൽ ഒരു മോഡൽ ഓക്സിലറി വരുന്നുണ്ട്, അപ്പൊ അത് തന്നെയാണ് ശരി. വില്ല്, ഷാല്, ഷുഡ്, സോറി, കുഡ്, മസ്റ്റ്. ഐ പ്ലേ, ഞാൻ വായിക്കാറുണ്ടായിരുന്നു. വായിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല, വായിക്കുന്നു എന്നല്ല. ഇതൊരു പാസ്റ്റ് ആണ്. പാസ്റ്റ്, പാസ്റ്റ്. വാസ്, വാസ്. ക്ലൂ ഉണ്ട് അവിടെ. വില്ലല്ല, വില്ലല്ല. യെസ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണേ. കണ്ടോ, ചില ആൾക്കാർ അത് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഐറ്റം തെറ്റിച്ചു. അപ്പൊ അതൊന്ന് ഓർക്കുക. അയ്യോ. ഓക്കെ, ക്ലിയർ. അപ്പോ വില്ലിന്റെ പാസ്റ്റ് എന്താ? വുഡ് അല്ലെ? മോഡൽ ഓക്സിലറീസ് ആണ്. വില്ല്, വുഡ്. ക്യാന്, ഫുഡ്. കുഡ്. മേ, മൈറ്റ്. മൈറ്റ്. ഷാൽ, ഷുഡ്. ഷുഡ്. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. ബാക്കി നീഡ്, യൂസ് ടു, ഡെയർ, ഓട്ട് ടു. എന്താ ഈ ഓട്ട് ടുവിന്റെ അർത്ഥം? ഓട്ട് ടു, ഡ്യൂട്ടീസ്. ഒബ്ലിഗേഷൻ, ഡ്യൂട്ടീസ് ഒക്കെ കാണിക്കുന്നു അല്ലേ? ഓട്ട്. നീഡ്, ഡെയർ അറിയാം. ഓക്കെ, ഓക്കെ, ശരി. അപ്പോ ഒരു ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻ ഈസ്, what is the question? സിമ്പിൾ ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ടതാണ്. ഡാഷ് വെസ്റ്റേൺ ഘാട്സ്
Western Ghats must be protected. Full stop. The no article. രണ്ടാണ്. The no article. The Western Ghats എന്നാണോ? അതെ. ഒരാൾ ആൻസർ കമന്റ് ചെയ്തു. ഓക്കെ, ശരിയാണ്. അതായത് രണ്ട് തരം മൗണ്ടെയിൻസ് ഉണ്ട് അല്ലെ? സിംഗിൾ ഉണ്ട്, സിംഗിൾ ഹിൽ, പീക്ക് ഓർ മൗണ്ടെയിൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് എടുക്കരുത്? നോ ആർട്ടിക്കിൾ എടുക്കുക. എന്നാൽ ഒരു മലനിരയാണെങ്കിൽ, മൗണ്ടെയിൻ റേഞ്ച് ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചേർക്കാം? ദ യൂസ്ഡ്, ദ ഉപയോഗിക്കുക. അപ്പൊ ദ വെസ്റ്റേൺ ഘാട്സ്. ഇനി എന്റെ ചോദ്യം ഇതാണ്, ഏതാണ് സിംഗിൾ, ഏതാണ് റേഞ്ച് എന്ന് നിങ്ങൾ പറയണം. ചോദിക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹിമാലയ റേഞ്ച് ആണോ സിംഗിൾ ആണോ? Range. Range. ഹിമാലയ റേഞ്ച് ആണ്. ഓക്കെ, ഹിമാലയൻ. ആനമുടി. Single. Single. ഓക്കെ, ആനമുടി സിംഗിൾ. ആരവല്ലി. Range. ഓക്കെ. ആൽപ്സ്. Range. ആൽപ്സ് പർവ്വത നിരയാണ്. ഓക്കെ. കിളിമഞ്ചാരോ. Single. Single. മൗണ്ട് എവറസ്റ്റ്. Single. Single. ഓക്കെ, മൗണ്ട് എവറസ്റ്റ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. അത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഒന്ന് തന്നു നോക്കാം. സിംഗിൾ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ നിയമം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കാം. ഡാഷ് എവറസ്റ്റ് ഈസ് ദ ഹൈയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. ദ നോ ആർട്ടിക്കിൾ. ഓക്കെ ആണ്, ശരിയാണ്. മലനിരയല്ല, അത് ഒറ്റ കുന്നാണ്. സിംഗിളിന് നമുക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, നോ ആർട്ടിക്കിൾ, അത് സെറ്റാണ്. എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നു നോക്കാം. ഡാഷ് ഗംഗ ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ. സിംഗിൾ ആയിട്ട് വന്നതുകൊണ്ട് നോ ആർട്ടിക്കിൾ എഴുതി, തെറ്റിപ്പോയല്ലോ. എടോ, ഇതൊക്കെ പഠിച്ചത് മറന്നോ? ആണ് ഇവിടെ. റിവേഴ്സ്, ഫോറസ്റ്റ്, ഡെസേർട്സ്, ഓഷ്യൻ, സീ, ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവയ്ക്ക് മുൻപിൽ ദ ചേർക്കണം. ആ ഒരു ഫ്ലോയിൽ അങ്ങനെ വന്നതാ, അങ്ങനെ തെറ്റിച്ചത്. ഓർക്കുക, നദികൾ, പിന്നെ നമ്മളെ ഫോറസ്റ്റ്, ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് ഫോറസ്റ്റ്, ദ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് കൊടുക്കണം. ദ സഹാറ ഡെസേർട്ട്, ദ പസഫിക് ഓഷ്യൻ, ദ റെഡ് സീ. ഓക്കെ, ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ ദ ചേർക്കണം എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ തന്നു നോക്കാം. റേഡിയോ ഡാഷ് റേഡിയോ വാസ് ഇൻവെന്റഡ് ബൈ മാർക്കോണി. റേഡിയോ വാസ് ഇൻവെന്റഡ് ബൈ മാർക്കോണി ആണോ അതോ ദ റേഡിയോ എന്ന് വേണോ? വളരെ വിചിത്രമായിട്ടുള്ള ഉത്തരങ്ങൾ വരുന്നുണ്ട്. എല്ലാം മറന്നു, ഈ ഐറ്റം തന്നെ മറന്നു. അവിടെ ദ വേണം കേട്ടോ. ഇൻവെൻഷൻസ്, ഡിസ്കവറീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ദ റേഡിയോ, ദ റേഡിയോ. ഓക്കെ, അപ്പൊ അത് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. കാരണം ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മാർക്ക് കൊണ്ടുപോകുന്നത്. വലിയ കാര്യമല്ല, എന്നാലും ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചു നോക്കാം. I went to dash hospital to see my sick uncle. ഓപ്ഷൻ ദ ഹോസ്പിറ്റൽ എന്നാണോ
അതോ ഹോസ്പിറ്റൽ എന്ന് മതിയോ? നോ ആർട്ടിക്കിൾ. ഓക്കെ ആണ്, ശരി ഉത്തരമാണ്. യെസ്, നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്ത് തുടങ്ങി. ആർട്ടിക്കിൾസിന്റെ നിയമങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിനകത്ത് വന്നു തുടങ്ങി അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ദ ചേർക്കാം അല്ലേ? എപ്പോ ഈ പബ്ലിക് പ്ലേസസ് വളരെ സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ദ ചേർക്കാം. എല്ലാ ദിവസവും ഇപ്പം ഒരിടത്ത് പോകുന്നു, ഫോർ എക്സാമ്പിൾ രാഹുൽ goes dash school. Rahul goes to dash school by bus every day. അവിടെ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? ദ കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ? അപ്പൊ അത് ഒന്ന് നോട്ട് ചെയ്യുക. അതായത് നമ്മളെ പബ്ലിക് പ്ലേസസ് രണ്ട് രീതിയിൽ നമുക്ക് വിസിറ്റ് ചെയ്യാം. ഒന്ന്, നമുക്ക് ദ ചേർക്കാം എപ്പോ അത് ഒരു സ്പെഷ്യൽ വിസിറ്റ് ആണെങ്കിൽ. ഒന്ന്, നോ ആർട്ടിക്കിൾ എപ്പോ അതൊരു റെഗുലർ വിസിറ്റ് ആണെങ്കിൽ അല്ലെ? നിങ്ങൾ ഇനിയിപ്പോ ഓണത്തിന് നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകും. അപ്പൊ തീർച്ചയായിട്ടും അതൊരു സ്പെഷ്യൽ വിസിറ്റ് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ദ ഉണ്ടാകും നമ്മുടെ കയ്യിൽ അല്ലെ? കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ദ വേണം. റെഗുലർ ആയിട്ട് നിങ്ങൾ പോകുന്നു ഓഫീസിൽ, ഒന്നുമില്ല അല്ലെ? അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വരുന്ന അല്ലാതെ. അപ്പൊ അത് ഒന്ന് ഓർക്കുക. അപ്പോൾ പബ്ലിക് പ്ലേസസിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഓർമ്മിപ്പിച്ചു, എല്ലാം ഓർമ്മ വന്നു. വെരി ഗുഡ്. എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. ഹി റീഡ്സ് ഡാഷ് ബൈബിൾ എവറി ഡേ. ദ നോ ആർട്ടിക്കിൾ. ഓ, ബൈബിൾ, ഖുറാൻ, ഭഗവത്ഗീത, ഹോളി ബുക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവയ്ക്ക് മുൻപ് ദ ചേർക്കണം. വെരി ഗുഡ്. ഹി റീഡ്സ് ദ ബൈബിൾ അല്ലെ? ഹി റീഡ്സ് ദ ബൈബിൾ എവറി ഡേ. ഓക്കെ. എന്താണ് ബിബ്ലിയോഫോബിയ? ബൈബിള് പറഞ്ഞപ്പോ ഓർമ്മ വന്ന ഒരു വേർഡാണ് ബിബ്ലിയോഫോബിയ. പുസ്തകത്തിന്റെ ഭയം. പുസ്തകത്തിനുള്ള ഭയം. അതെ അതെ. ഈ ബൈബിൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അപ്പോ? പുസ്തകം. പുസ്തകം. അതെ അതെ അതെ, ബുക്ക് അല്ലെ? പുസ്തകമാണ്. അപ്പൊ പുസ്തകത്തിനോടുള്ള പേടിയാണ് ബിബ്ലിയോഫോബിയ അല്ലെ? അപ്പൊ വൺ വേർഡ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ കാണും അല്ലെ? നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ളതൊക്കെ. അബ്ലുട്ടോഫോബിയ എന്താണ്? അബ്ലുട്ടോഫോബിയ പൂച്ചയോട് അത് എലീറോഫോബിയ കുഞ്ഞെ. ഇത് കുളിക്കാനുള്ള പേടി. ഫിയർ ഓഫ് ബാത്ത് ആണ് കേട്ടോ, അബ്ലുട്ടോഫോബിയ. മറ്റത് എല്യൂറോഫോബിയ. എല്യൂറോഫോബിയ എയും എല്ലും അല്ലെങ്കിൽ ELIURO. എല്യൂറോഫോബിയ. ഞാൻ ഇതിന്റെ ഈ നോട്ട് തന്നില്ലായിരുന്നോ? വൺ വേർഡിന്റെ ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? അത് തരാവേ. എല്യൂറോഫോബിയ ആണ് ഫിയർ ഓഫ് കാറ്റ്സ്. സൈനോഫോബിയ പൂച്ചയെ പറഞ്ഞെങ്കിൽ പിന്നെ അടുത്ത് എന്തായിരിക്കും? ഫിയർ ഓഫ് ഡോഗ്. 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 അതെ അതെ. കാരണം ഈ സൈൻ അത് കടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളെ ദേഹത്ത് അതിന്റെ സൈൻ എപ്പോഴും കാണും. പൂച്ചയൊക്കെ വലിയ പ്രശ്നമില്ല, എലി ഓർമ്മിച്ചാൽ മതി. എലീറോ, പൂച്ച, സൈനോ. ഓക്കെ. എങ്കിൽ എന്താണ് ഈ ബാത്തോഫോബിയ? ഡെപ്തിനോടുള്ള പേടി. ആഴം അല്ലെ? ഡെപ്ത്. ഓക്കെ. അപ്പൊ ഹൈറ്റ് ആണെങ്കിലോ? ഹൈറ്റ് അക്രോഫോബിയ കേട്ടോ, അക്രോഫോബിയ ഹൈറ്റ്. അപ്പൊ ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഒന്ന് നോക്കിക്കൊള്ളണം. ഞാൻ അതില് ഈ ഫോബിയാസിൽ തന്നെ കുറച്ച് കളേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അത് നിങ്ങൾക്ക് നോട്ട് ഞാൻ അയച്ചു തരാം. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കളേഴ്സ് സെപ്പറേറ്റ്, ഈ എന്താണ് മെഡിക്കൽ ടേംസുമായിട്ട് ബന്ധപ്പെട്ട ഇഞ്ചക്ഷൻ, അതുപോലെ ടോക്കോഫോബിയ, പ്രസവം, അങ്ങനെയൊക്കെ പേടിയുള്ളതുണ്ട്.
അപ്പൊ അത് സെപ്പറേറ്റ് ആയിട്ടൊന്ന് പഠിക്കാം. കളേഴ്സ് ഞാനൊന്ന് ചോദിച്ചു നോക്കാം. എറിത്രോഫോബിയ ആർക്കെങ്കിലും പറയാവോ? ഒരു നിറത്തിനോടുള്ള പേടിയാണ്. നമ്മുടെ ഒരു കല്ലൊക്കെ എടുത്ത് Red. ഒരാളുടെ നെറ്റിക്ക് ഇറങ്ങിയ ചുവപ്പ്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. റെഡ്. സാന്തോഫോബിയ Yellow. അതും പറയുന്നുണ്ട്. ല്യൂക്കോഫോബിയ White. White. അതും White. പറയുന്നുണ്ട്. മെലാനോഫോബിയ Black. ശരിയാ, ബ്ലാക്ക്. റോഡോഫോബിയ റോഡോ പിങ്ക് ആണ് കേട്ടോ, പിങ്ക്. കുറച്ച് നിറങ്ങളുണ്ട്. കൂടുതലും ചോദിച്ചിട്ടുള്ളത് ഈ സാന്തോഫോബിയ, എറിത്രോഫോബിയ, ലൂക്കോഫോബിയ, എന്നാലും കുറച്ച് പൊക്രിസ്കോഫോബിയ, അങ്ങനെ എന്തൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് തന്നിട്ടുള്ളതുകൊണ്ട് നോട്ട്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ എന്ത് ചെയ്യും, നമുക്ക് ഓർമ്മയിരിക്കും. എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന പേടി, ഈ നമുക്ക് ഇടിമിന്നലിനെയൊക്കെ പേടി ഉണ്ടെങ്കിൽ അത് പറയുന്നത് മറ്റേ അസ്ട്രാഫോബിയ. അസ്ട്രോ അല്ല, അസ്ട്രോ വേറെ, ആസ്ട്ര വേറെ. ആസ്ട്രയാണ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. ഓക്കെ, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് ആണ് അസ്ട്രോഫോബിയ എന്ന് പറയുമ്പോൾ മറ്റേ സ്പേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട. അപ്പൊ അങ്ങനെ എൻവയോൺമെന്റൽ അല്ലെ, നമ്മൾ എപ്പോഴും തെറ്റിക്കുന്ന ഒരു വാക്കാണ് എൻവയോൺമെന്റൽ. ഞാനാണ് ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നത്. ഓക്കെ, ഫോണറ്റിക്സ്. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആർട്ടിക്കിൾസ് തന്നെ ഒരു ചോദ്യം ചോദിച്ചു നോക്കാം. ഡാഷ് കൗ ഈസ് എ യൂസ്ഫുൾ ആനിമൽ. ഓപ്ഷൻ ദ, ഓപ്ഷൻ നോ ആർട്ടിക്കിൾ. ഡാഷ് കൗ ഈസ് എ യൂസ്ഫുൾ ആനിമൽ, ദ നോ ആർട്ടിക്കിൾ. വ്യത്യസ്തമാം ഉത്തരങ്ങൾ വരുന്നു. ഒന്നുകൂടെ തന്നെ. ഡാഷ് കൗസ് ആർ യൂസ്ഫുൾ അനിമൽസ്. അതായത് ഇത് ഇനി കൺഫ്യൂഷൻ ആയി പോകും. ഞാൻ അത് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഒരു സിംഗുലർ ആയിട്ടുള്ള നൗൺ അത് അതിന്റെ മുഴുവൻ വർഗത്തെയും സൂചിപ്പിക്കുകയാണെങ്കിൽ, ഹോൾ റേസിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ദ ചേർക്കാം. ഏകവചന നാമം അത് അതിന്റെ മുഴുവൻ വർഗത്തെയും സൂചിപ്പിക്കുകയാണ്. കൗ ഈസ് എ യൂസ്ഫുൾ അനിമൽ എന്ന് പറഞ്ഞാൽ ദ കൗ. ഒരു പശു മാത്രമല്ല, പശു ഉപയോഗമുള്ള മൃഗമാണ്. എന്നാൽ തന്നിരിക്കുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയാൽ, പ്ലൂറൽ നൗൺ ആണ് വരുന്നതെങ്കിൽ അവിടെ ആർട്ടിക്കിൾസ് പാടില്ല. അവോയ്ഡ് ആർട്ടിക്കിൾസ്. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. ഇവിടുത്തെ ആൻസർ നോ ആർട്ടിക്കിൾ. ഇത് നിയമം പഠിച്ച സ്ഥിതിക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നു നോക്കാം. ഡാഷ് റോസ് ഈസ് ദ സ്വീറ്റസ്റ്റ് ഓഫ് ഓൾ ഫ്ലവേഴ്സ്. ഒന്ന് കമന്റ് ചെയ്തേ. ദ ആണോ നോ ആർട്ടിക്കിൾ ആണോ? റോസ് ഈസ് ദ സ്വീറ്റസ്റ്റ് ഓഫ് ഓൾ ഫ്ലവേഴ്സ്. ദ റോസ് ആണോ അതോ നോ ആർട്ടിക്കിൾ ആണോ? യെസ്, ശരി ഉത്തരമാണ് ദ റോസ്. ദ റോസ്. കാരണം ആ റോസ എന്ന് പറയുന്നത് പൂക്കളിൽ ഏറ്റവും മനോഹരമാണ്. അപ്പൊ ഇവിടെ നിയമം സിംഗുലർ നൗൺ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ മുഴുവൻ വർഗത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആർട്ടിക്കിൾ ദ എടുക്കാം. ഓക്കെ, ക്ലിയർ ആണ്? യെസ്. എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ തന്നു നോക്കാം. അങ്ങനെ ഏറ്റവും കൂടുതൽ PSC ആർട്ടിക്കിൾസിൽ ആൾക്കാരെ തെറ്റിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നു നോക്കാം. ആ ചോദ്യം ഇതാണ്. ശ്രദ്ധിക്കണേ, ആ തെറ്റിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാണ്. He speaks English language fluently. The no article. ചിഞ്ചടി 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 ചിഞ്ചടി. അർച്ചന ആൻസർ വന്നു. ഞാൻ അതാണ് നിങ്ങളടുത്ത് പറഞ്ഞത്. PSCയുടെ ഒരു
അവരുടെ ഒരു എന്താ അവരുടെ ഒരു വജ്രായുധമാണ് ഈ ചോദ്യം. നിങ്ങൾ പല ആൾക്കാർ ആൻസർ എഴുതി, അതിന് ക്വസ്റ്റ്യൻ തരാം. ഹി സ്പീക്സ് ഡാഷ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. പണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇതാണ്. ഇവിടെയാണ് നോ ആർട്ടിക്കിൾ. ഹി സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. എന്റെ ചോദ്യം ഹി സ്പീക്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻ്റ്ലി. ഇവിടത്തെ ആൻസർ ദ ആണ്. ദ. ആർക്കെങ്കിലും ആൻസർ ദ കിട്ടിയായിരുന്നോ? ഇല്ല. അപ്പോ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ദ പ്ലസ് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, അല്ലെ, ഏത് വേണോ ആയിക്കോട്ടെ, അവയോടൊപ്പം എന്ത് വേണം? ഈ ലാംഗ്വേജ് എന്ന ടേം പെർട്ടിക്കുലർ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ദ യൂസ് ചെയ്യണം. എന്നാൽ നമുക്ക് നോ ആർട്ടിക്കിൾ ആണ് എപ്പോ? ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. എപ്പോ? ജനറൽ ആയിട്ട് പറയുമ്പോൾ, ജനറൽ സെൻസിൽ പൊതുവായിട്ട് പറയാണ്. അവൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഹിന്ദി സംസാരിക്കും, മലയാളം സംസാരിക്കും. മലയാള ഭാഷ, ഹിന്ദി ഭാഷ, ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുകയാണെങ്കിൽ അവിടെ ദ വേണം. ക്ലിയർ ആയോ? ഇനി തെറ്റിക്കരുതേ. ഞാൻ അതുകൊണ്ടാ ആദ്യമേ ഒരു സ്റ്റാർ ഒക്കെ ഇട്ടത്. സ്റ്റാർ ആണെന്ന് മനസ്സിലായില്ല, അതാണ് സംഭവം. ഒരു ക്വസ്റ്റ്യനും കൂടെ തന്നു നോക്കാം. ഓക്കെ, ശരി, ഒരു ചോദ്യവും കൂടെ തന്നു നോക്കാം. ഡാഷ് മലയാളം language got its classical language status on May 23rd, 2013. ഇവിടെ ദ ആണോ നോ ആർട്ടിക്കിൾ ആണോ? അത് ഓക്കെ. ദ മലയാളം ലാംഗ്വേജ്, മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയത് ഇന്ന വർഷം ഇന്ന മാസം ആണെന്നൊക്കെ തോന്നുന്നു, അറിയത്തില്ല. ഓക്കെ, അപ്പോൾ അവിടെ ദ നമ്മൾ എഴുതി. എങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ തന്നു നോക്കാം. ഡാഷ് ഇംഗ്ലീഷ് ആൻഡ് ഡാഷ് ഫ്രഞ്ച് ഫോട്ട് 100 years. എവിടെ പോയി? ഓ, അതൊന്നേന്ന് എഴുതണമെന്ന് അർത്ഥം. ഒന്നും കൂടെ എഴുതാം. ഡാഷ് ഇംഗ്ലീഷ് ആൻഡ് ഡാഷ് ഫ്രഞ്ച് ഫോട്ട് 100 years war. ഓക്കെ, ദ രണ്ടിടത്തും ദ ആണോ? ഓപ്ഷൻ എ. ഓപ്ഷൻ ബി എ, ഓപ്ഷൻ സി നോ ആർട്ടിക്കിൾ ആൻഡ് നോ ആർട്ടിക്കിൾ ആണോ? ഓപ്ഷൻ ഡി ദ ആൻഡ് നോ ആർട്ടിക്കിൾ. ഇതൊന്നും നിങ്ങൾ തെറ്റിക്കത്തില്ല. ശരി ഉത്തരവാ കേട്ടോ. ദ ഇംഗ്ലീഷ്, ദ ഫ്രഞ്ച്. കാരണം ഈ ഐറ്റം ഒക്കെ നിങ്ങൾക്ക് അറിയാം. എന്തോ സംഭവം? ഇത് അവിടുത്തെ പീപ്പിളിനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെ? പീപ്പിൾ അല്ലെങ്കിൽ ആ രാജ്യമാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ തീർച്ചയായിട്ടും ദ എടുക്കണമെന്നുള്ളത്. നിങ്ങൾ ആകെ തെറ്റിച്ചിട്ടുള്ളത് ആ ഒരു സംഭവം മാത്രം, അല്ലെ? ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, ആ ഒരൊറ്റ സംഭവം മാത്രമേ ലാംഗ്വേജിന്റെ കാര്യത്തിൽ നിങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഗുഡ്, അത് പൊളിയാം. അപ്പോ ഒരു ചോദ്യവും കൂടെ എന്താ നോക്കാം. വാട്ട് ടൈം ഡു യു ഹാവ് ഡാഷ് ലഞ്ച്? ദ ലഞ്ച് എന്നാണോ അതോ അവിടെ ആർട്ടിക്കിൾ വേണ്ടേ? ഡാഷ് ലഞ്ച് വിച്ച് ഐ ഹാഡ് വാസ് ഗുഡ്. ഞാൻ കഴിച്ച ഫുഡ് സൂപ്പർ ആയിരുന്നു. I ate dash late lunch. ഞാൻ കുറച്ച് താമസിച്ചാ കഴിച്ചത്. ഇത് മൂന്നും എഴുതാനുള്ള കാരണം ഇവിടെ ആദ്യത്തെ ആൻസർ നോ ആർട്ടിക്കിൾ ആണ്. അതായത് ലഞ്ച് ആയിക്കോട്ടെ,
ബ്രേക്ക് ബ്രേക്ക് ഫസ്റ്റ് അല്ലേ, ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, സപ്പ്. ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ 3 നിയമങ്ങളുണ്ട്. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ, ജനറൽ സെൻസിലാണെങ്കിൽ അവിടെ നോ ആർട്ടിക്കിൾ. ഇനി ഇവിടെ ആണെങ്കിലോ ഒരു പ്രത്യേകിച്ച് എടുത്ത് പറയാണ് ദ ലഞ്ച്, ഞാൻ കഴിച്ച ആ ഫുഡ് വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പൊ അതൊരു സ്പെഷ്യൽ ആകുമ്പോൾ നമുക്ക് അവിടെ ദ ചേർക്കാം. പിന്നെ ലേറ്റ് അതുപോലെ ഏർലി ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എ അല്ലെങ്കിൽ ആൻ. അപ്പൊ ഇവിടെ ലേറ്റ് ലഞ്ച് എന്ന് പറഞ്ഞാൽ എ ലേറ്റ് ലഞ്ച്, ആൻ ഏർലി. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക. സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്നോ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ദ, പിന്നെ നീ ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നോ ആർട്ടിക്കിൾ, എ ലേറ്റ് ലഞ്ച്, ആൻ ഏർലി ലഞ്ച്. അത് ക്ലിയർ ആണേ? ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളാണെങ്കിലോ ബ്രേക്ക്ഫാസ്റ്റ്. കാരണം നമ്മുടെ ആദ്യം കഴിക്കുന്ന ഇത് ഇങ്ങനെയല്ലേ, അതുകൊണ്ടല്ല ഇത് ഫോണറ്റിക്സിൽ ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ നമ്മൾ അതൊന്നും നോക്കാറില്ല. നമുക്ക് എന്ത് പറഞ്ഞാലും സംഭവം മനസ്സിലായാൽ മതിയല്ലോ. ഓക്കെ, അപ്പോ നമുക്ക് മൈൻഡപ്പ് ചെയ്താലോ? നിങ്ങൾ അത്യാവശ്യം കുറെ കാര്യങ്ങൾ നോക്കി. പക്ഷെ നിങ്ങൾക്ക് ഇനി കുറച്ച് നോട്ട്സ് ഞാൻ അയച്ചു തരുന്നത്, ഒന്ന് ഈ സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സിന്റെ 2 ഫോബിയാസ്, ഭയങ്ങൾ. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ടുള്ളത്. കളക്റ്റീവ് നൗൺ ഞാൻ അയച്ചു തന്നായിരുന്നോ? കളക്റ്റീവ് നൗൺ ആരുമില്ല? ഇല്ല സാർ. ഇല്ല. ഓക്കെ, അതും കൂടെ എന്ത് ചെയ്യാലും അയച്ചു തരാം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക്, ഓണത്തിന്റെ ആഘോഷങ്ങളുടെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഒന്ന്, നിങ്ങൾ എന്തായാലും ഇത്രയും പേര് എന്തായാലും നോക്കുന്നവരാണ് എന്നുള്ളത് മനസ്സിലായി അല്ലേ? 120 പേരുണ്ടായിരുന്നവരാ. ഇത്രയും പേര് എന്തായാലും ഓണത്തിന്റെ ഇടയിൽ നോക്കും. 50 പേര് എന്തായാലും നോക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ഓണം. ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാം. നാളെ ക്ലാസ്, നാളെ 4 ദിവസം ഉണ്ടായിരുന്നു നാളെ ക്ലാസ്. ഇനി 4 ദിവസം ഉണ്ടാവില്ല? ഉണ്ടാവും. സാറ് അത് പറയുന്നതാണ്. ഓക്കെ. നാളെ ക്ലാസ് കാണുമോ അറിയില്ല കേട്ടോ, സാറിനെ അറിയത്തുള്ളൂ. ഡാഷ് കൗ എന്നൂടെ പറയുമോ? ഏതാ? ഡാഷ് കൗ പറയാം. ഓക്കെ, നല്ല കാര്യം. ഒരു കുട്ടി ഡൗട്ട് ചോദിച്ചിരിക്കുന്നു. ഡാഷ് കൗ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഡാഷ് കൗ ഈസ് എ യൂസ്ഫുൾ ആനിമൽ. എന്നിട്ട് ഡാഷ് കൗസ് ആർ യൂസ്ഫുൾ ആനിമൽസ്. ഇവിടെ ഡാഷ് കൗ ഈസ്, കൗസ് ആർ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സിംഗുലർ നൗൺ അതിന്റെ മുഴുവൻ വർഗത്തെയും സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഒരു പർട്ടിക്കുലർ പശു അവിടെ നിന്ന് മേയുന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ ദ ചേർക്കാം അല്ലേ? അത് ദ ചേർക്കുന്നുണ്ട്. അല്ലാതെയും അത് അതിന്റെ മുഴുവൻ വർഗത്തെയും സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിംഗുലർ നൗൺ അതിന്റെ മുഴുവൻ വർഗത്തെയും സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ദ യൂസ് ചെയ്യാം. എന്നാൽ ബഹുവചനമാണ് വരുന്നതെങ്കിൽ, ഒരു നൗൺ അതിന്റെ പ്ലൂറൽ ഫോമിലാണെങ്കിൽ അവോയ്ഡ് ആർട്ടിക്കിൾസ്. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഡാഷ് ലയൺ ഈസ് ദ കിങ് ഓഫ് ഫോറസ്റ്റ്. ഒന്ന് കമന്റ് ചെയ്യാവോ? സംശയം ചോദിച്ച ആളിനാണ് കമന്റ് ചെയ്യാനുള്ള അവകാശം. അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും കമന്റ് ചെയ്യാൻ കേട്ടോ. അതെ. ഓക്കെ, ദ ലയൺ. കാരണം ലയൺ എവിടെയാണെങ്കിലും ഫോറസ്റ്റിന്റെ രാജാവായിട്ട് നമ്മൾ പറയുന്നതാണ്. അവർക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അനിമലിന്റെ ഇടയിലൊക്കെ നമ്മൾ എന്തായാലും കൊടുത്തൊരു പദവിയാണ്. അപ്പൊ ഇതൊരു മാർക്കിന് വേണ്ടി ഓർത്തു വെക്കുക. ഓക്കെ, ദ ലയൺ ഈസ് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. അപ്പൊ ഇവിടെ ദ കൗ ആൻഡ് ഇവിടെ നോ ആർട്ടിക്കിൾ. ഇത് പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ നോ ആർട്ടിക്കിൾ ആൻഡ് കൗ ഈസ് എ യൂസ്ഫുൾ. അത് അതിന്റെ മുഴുവൻ വർഗത്തെയും സൂചിപ്പിക്കാനായിട്ട്. അങ്ങനെ പറഞ്ഞപ്പോ ഒരു മനുഷ്യരുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും കൂടെ ഒന്ന് തന്നു നോക്കാം. ഡാഷ് വുമൺ ഇൻ യെല്ലോ
സാരി ഈസ് മൈ കസിൻ. ദ ആണോ നോ ആർട്ടിക്കിൾ ആണോ? ഡാഷ് വുമൺ ഇൻ യെല്ലോ സാരി ഈസ് മൈ കസിൻ. ദ ദ ഓക്കെ, ദ വുമൺ, കാരണം അത് പ്രത്യേകിച്ച് എടുത്ത് പറയാണ് അല്ലെ. ആ മഞ്ഞ സാരി ഉടുത്തിരിക്കുന്ന. എന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ, ഡാഷ് യെല്ലോ എ ആണോ ആൻ ആണോ? A. ആ, എ ആണ് ശരി ഉത്തരം. യാ അല്ലെ, യെല്ലോ നമ്മൾ അതും പഠിച്ചായിരുന്നു. എന്താണ്, വ്യഞ്ജന ഉച്ചാരണങ്ങൾ വരുന്നിടത്ത് എയും സ്വര ഉച്ചാരണങ്ങൾ വരുന്നിടത്ത് ആനും അല്ലെ, ആ ടു അം. ഓക്കെ ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കുറെ പ്രീവിയസ് ഒന്ന് ചെയ്യണേ, ഇപ്പോഴത്തെ പക്ഷെ ഇപ്പം കുറെയൊക്കെ നന്നായിട്ട് അവര് വളരെ സിമ്പിൾ ആക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് 10 മാർക്കിനെ ഉള്ളതുകൊണ്ട് പഴയതുപോലെ അല്ല, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. സിനോണിംസ് ആന്റണിംസ് എന്തായാലും ഒക്കെ ഒന്ന് അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ. സ്പെൽ ചെക്ക് അതും കൂടെ ഒന്ന് നോക്കിക്കൊള്ളണം നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ ഡെപ്റ്റ്, ഡെറ്റ് നമുക്ക് സ്പെല്ലിങ്ങും പഠിക്കാം, അതുപോലെ അതിന്റെ സ്പെല്ലിങ് അതിന്റെ പ്രൊനൗൺസിയേഷൻ ഒക്കെ പഠിക്കുമ്പോഴേ നമുക്കത് പിന്നീട് ഉപകാരവും ചെയ്യും. ആ സിനോണിംസ് ആന്റണിംസ് എപ്പോഴും അങ്ങനെ പഠിക്കണം. അപ്പൊ അത് കുറച്ചും കൂടെ നമുക്ക് ലൈഫിൽ യൂസ് ചെയ്യാനും ഉപകാരപ്പെടും. നമ്മൾ ഇംഗ്ലീഷും കുറച്ചും കൂടെ ഒന്ന് എന്ത് ചെയ്യാം, ഒരു ഓർണമെന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇംഗ്ലീഷ്. ഓക്കെ, ഹാപ്പി ഓണം. ഹാപ്പിയാണ് ഓക്കെ, ആ ഹാപ്പിയാണ്. ഹാപ്പിയാണ് സാർ. ശരി, ബൈ. Thank you.